നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് ഇത് നല്ലോണം കേട്ടോളൂ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ വാലിന്റെ ഏറ്റവും വലിയ പോയിന്റ് ആണ് ഈ പറയാൻ പോകുന്നത്. എന്റെ വിഷയത്തിന്റെ ഏറ്റവും വലിയ പോയിന്റ്. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് ഒരുപാട് നല്ല ആൾക്കാർ, 100 അല്ല 200 അല്ല ലക്ഷങ്ങളല്ല, എത്രയോ ജനങ്ങൾ, ആണുങ്ങൾ പെണ്ണുങ്ങള്, അവരെ എല്ലാ ഹിസാബും അല്ലാഹുവിന്റെ അടുക്കൽ കഴിഞ്ഞു, എല്ലാ പരിശോധനകളും കഴിഞ്ഞു. അല്ലാഹുവിന്റെ അടുക്കൽ അവർ സ്വാലിഹീങ്ങളാണെന്ന് തെളിഞ്ഞു. അങ്ങനെ അല്ലാഹു തആല മലായികത്തിങ്ങളെ വിളിച്ചിട്ട് പറയും, അവർക്ക് സ്വർഗത്തിന്റെ പട്ടുടുപ്പുകൾ ധരിപ്പിച്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ, സ്വർഗത്തിലേക്ക് കടത്തിക്കോളൂ എന്ന് പറയപ്പെട്ട ആ ജനങ്ങള് സ്വർഗത്തിന്റെ വട്ടുടുപ്പുകൾ ധരിപ്പിച്ച് സന്തോഷത്തോടെ മാലാകമാർ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി കൊണ്ടുവരുമ്പോ അല്ലാഹ് പറയുന്നു അവരോട്, അവിടെ നിർത്തിക്കോളൂ. സ്വർഗത്തിന്റെ ഉമ്മറപ്പടിയില പരിശുദ്ധമായ പരിപാവനമായ വിശാലമായ അവർണ്ണനീയമായ സുഖലോക സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ അവർ നിൽക്കുകയാണ്. അവിടെ പെൻഡിങ് ആവുകയാണ്. അകത്തേക്ക് അനുമതിയില്ല. സ്വർഗത്തിലേക്ക് അകത്തേക്ക് കടക്കാൻ പ്രവേശന അനുമതി ലഭിച്ചിട്ടില്ല. സ്വർഗത്തിന്റെ ഭൂമുറ്റത്ത്, സ്വർഗലോക സ്വർഗത്തിന്റെ തിരുമുറ്റത്ത് ആ പടിവാതിൽക്കൽ അവിടെ നിൽക്കുകയാണ്. എത്രയോ ജനങ്ങള്, എത്രയോ നല്ലവരായ വിശ്വാസികള് സ്വർഗത്തിലേക്ക് കടക്കേണ്ടവരായിരുന്നു. പക്ഷേ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ശേഷം അപ്പുറത്തുകൂടി കുറെ ആൾക്കാർ വരുന്നു, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. പിന്നെയും ആൾക്കാർ വരുന്നു, സ്വർഗത്തിലേക്ക് കടക്കുന്നു, അകത്ത് കടക്കുന്നു, സ്വർഗത്തിലേക്ക് ചേരുന്നു. ഇവരാണെങ്കിൽ നേരത്തെ വന്നവരാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ മുമ്പല്ല, 1 മണിക്കൂർ മുമ്പല്ല, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി ആ നിൽപ്പ് അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് സുഖലോക സ്വർഗത്തിലേക്ക് വിധിക്കപ്പെട്ടിട്ട് പോലും സ്വർഗത്തിന്റെ അകത്തേക്ക് പ്രവേശന അനുമതി ലഭിക്കാതെ സ്വർഗത്തിന്റെ ഭൂമുറ്റത്തതാ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കുള്ള യോഗം. അകത്തേക്ക് പ്രവേശനമില്ല. ആ നിൽപ്പ് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി അതങ്ങനെ തുടരുന്നു. അതിന്റെ ഇടയിലാണ് എത്രയോ മനുഷ്യന്മാർ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അവർക്ക് നിൽക്കേണ്ടി വരുന്നില്ല. 1 മിനിറ്റ് പോലും അവരോട് അവിടെ നിൽക്കണമെന്നല്ല പറയുന്നില്ല. അവർ എങ്ങനെ കടന്നു പോകുമ്പോ ഈ നേരത്തെ നിൽക്കുന്ന ഞങ്ങളെ പോലത്തെ ചില മനുഷ്യന്മാർ, നല്ലവരായ സ്വർഗത്തിന്റെ ഹലികാരായി വിധിക്കപ്പെട്ട ആൾക്കാർ പടച്ച റബ്ബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ എന്തേ ഇവിടെ പെൻഡിങ് ആയി, ഞങ്ങെന്തേ ഇവിടെ ബാക്കിയായി, ഞങ്ങളെ ഹിസാബ് കഴിഞ്ഞല്ലോ, ഞങ്ങളെ എല്ലാ പരിശോധനകളും കഴിഞ്ഞല്ലോ, നീ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പിന്നെ പാസ് തന്നിട്ട് പോലും പ്രവേശന അനുമതി ലഭിച്ചില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ നിൽപ്പ് കുറേയായല്ല, എന്തുകൊണ്ട് ഞങ്ങൾ എന്തേ വൈകുന്നു, ഞങ്ങൾ എന്തേ ലേറ്റാവുന്നു എന്ന് ചോദിക്കുമ്പോ പടച്ച റബ്ബ് ആ നല്ല മനുഷ്യന്മാരോട്, സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട നല്ല മനുഷ്യന്മാരോട്, കാലങ്ങളായി കാത്തു നിൽക്കുന്ന സ്വർഗത്തിന്റെ പൂമുഖവാതിൽക്കൽ നിൽക്കുന്ന ആ നല്ല ആൾക്കാരോട് അല്ലാഹ് പറയുന്നൊരു മറുപടിയുണ്ട്. എന്റെ ഊജമ്പാടിയിലുള്ള നല്ലവരായ ആണുങ്ങൾ കേൾക്കണോ, ഉമ്മ പെങ്ങന്മാർ കേട്ടോ, അല്ലാഹ് അവരോട് പറയുന്ന മറുപടി എന്തറിയാ, മനുഷ്യരെ നിങ്ങൾ എപ്പോഴേ സ്വർഗത്തിൽ കടക്കേണ്ടവരായിരുന്നു. നിങ്ങളെ ഹിസാബ് കഴിഞ്ഞിട്ടുണ്ട്, നിരീക്ഷണ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, പരിശോധന കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാം കൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടവർ തന്നെയാണ്. എന്നാലും നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാതെ കണ്ട് ഇവിടെ നിർത്തപ്പെടാൻ കാരണോ, നിങ്ങൾ വൈകിപ്പോകാൻ കാരണോ, നിങ്ങൾ കടക്കുന്നത് ലേറ്റാവാൻ കാരണം, നിങ്ങളെ കടക്കുന്നത് ലേറ്റാവാൻ കാരണം എന്റെ ദുനിയാവില് എല്ലാ നല്ല കാര്യങ്ങളിലും നിങ്ങൾ ബാക്കായിരുന്നു, ലേറ്റായിരുന്നു. അതുകൊണ്ട് ഇവിടെയും നിങ്ങൾ ലേറ്റാണ്. ധൃതി വേണ്ട. ജുമാക്ക് വരുമ്പോ 11:58 12:58 കാത്തിരുന്നിട്ടില്ലേ? കുറച്ചെങ്കിലും ബാങ്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ലല്ലോ. പിന്നെ സ്വർഗത്തിലേക്ക് ബാങ്ക് കയറണമെന്നെന്ത് വാലിന്റെ അവിടെ തുടങ്ങിയിട്ടാട്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കാത്തിരുന്ന്. തുടങ്ങി പിന്നല്ലേ ഞങ്ങൾ പോയ, അവിടെയല്ലേ ഞങ്ങൾ ലേറ്റായത്. അപ്പോഴാണല്ലോ അവിടെ ചോദിക്കുന്നവന് സ്വർഗത്തിലേക്ക് കടക്കണോന്ന് എത്ര സ്പീഡ് എന്തേ, അർജന്റ് എന്തേ, തിരക്കെന്തേ. ഇനി വാലിന്റെ അവിടെ ഇരുന്ന് നിങ്ങളോ ബാക്കിലത്തെ കസേരയിലല്ലേ ഇരുന്ന്, ഫ്രണ്ടില് പോയിട്ടിരുന്നില്ലാലോ.
എങ്ങനെങ്കിലും കേട്ടങ്ങ് മതിയല്ല, എങ്ങനെങ്കിലും ഇരുന്നങ്ങ് മതിയല്ല, എങ്ങനെങ്കിലും സംഗതി നടന്നങ്ങ് മതിയല്ല എന്ന് ചിന്തിച്ചതുകൊണ്ട് ഇവിടെയും നിങ്ങൾക്ക് എന്തേ തിരക്ക, പോണോന്നെന്തേ അർജന്റ്, എന്തേ തിരക്കെന്താ, ഒരിത്തിരി നിന്നോളൂ. അപ്പോഴാണ് അവർക്ക് കാര്യം ബോധ്യമാകുന്നത്. പടച്ച റബ്ബിനോട് അവർ പറയുന്നു, അല്ലാഹ് ഞങ്ങളെ ഭാഗത്തുനിന്ന് വന്ന ഏറ്റവും വലിയ വീഴ്ചയാണ്, ഗുരുതരമായ തെറ്റാണ്, ആവർത്തിക്കാൻ ഇനി അവസരമില്ല. ഇതെന്തിനു പറഞ്ഞേ, ഞമ്മൊന്നിനും ബാക്കാവാൻ കഴിയാ, നാളെ അവിടെയും ബാക്കാവും. അപ്പൊ നിങ്ങൾ എന്താക്കൊണ്ട് പറഞ്ഞ ബാക്കിലുള്ളവർ എതിർക്ക് വരണം. ഇതിന് അയാളെ നോക്കുന്ന, അയാളെ കബറിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, ആരെയും നോക്കണ്ട. എനിക്ക് അതാ ഈ എതിർത്ത കസാര വേണ്ട, മൂന്ന് പുള്ളന്മാർ ഇരുന്നിട്ടുള്ള അത് അതിന്റെ ബാക്കിലേക്ക്, അവിടെ മാഷാ അല്ലാഹ്. സദസ്സ് ചന്താട്ട്, മജ്ലിസ് ചന്താട്ട് ഇൽമിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഇൽമിന്റെ മജ്ലിസിനെ ബഹുമാനിക്കല്. അതിനൊരു ബഹുമാനമുണ്ട്. എങ്ങനെങ്കിലും അറിയാത്ത ബാർബർ മുടിയെടുത്ത പോലെ ഒരു ചന്തം ഇല്ലാത്ത കോലത്തിൽ ഇങ്ങനെ ഇരുന്നെങ്ങൊന്നും ഒപ്പിക്കുന്ന ഏർപ്പാടൊന്നും ഇസ്ലാമിലില്ല. അതിനൊരു ചേലും കോലെല്ലാം പോണം. ഏതൊന്നും അങ്ങനെ പിന്നെയും കസാലക്കാലി ഇത്ര ആയത്തോതിയിട്ടും അതീതോതിയിട്ടും ചില മനുഷ്യന്മാർക്ക് ഇപ്പോഴും കളപ്പിലേക്ക് കയറിയിട്ടേ ഇല്ല. നിങ്ങക്ക് ബേജാറെങ്കിൽ അടുത്ത കൊല്ലം വിളിച്ചില്ലെങ്കിലായി സംഗതി തന്നെ അല്ലേ. അല്ലോ സാർ പോകുമ്പോ പൈസ ഒന്നും കുറച്ചിരുന്ന ബേജാറായി എണീറ്റ് നാളെ കിളിപ്പും വരും, അതിനിപ്പോ ബേജാറൊന്നുമില്ല അല്ല. എന്നാലും സംഗതി അങ്ങനെ ഉള്ളനെ ഉള്ള പോലെ ഹക്ക് പോലെ ചെല്ലിട്ട് പോവാ. ഞമ്മ ചെല്ലുന്നത് ആർക്ക് ബേജാറാണ്, ആർക്ക് പിടിക്കുന്നത്, ആർക്ക് ഇഷ്ടപ്പെടുന്നൊന്നും ഞമ്മ നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറയുന്നത് അള്ളാഹ്ക്കെതിരായില്ലെങ്കിൽ മതി, ഞങ്ങൾ പറയുന്നത് അള്ളാന്റെ റസൂലിന് എതിരായില്ലെങ്കിൽ മതി. പറയുന്ന എനിക്കും പിന്നീട് കേൾക്കുന്നവർക്കും ഉപകാരപ്പെടുകയും വേണം. അല്ലാഹു തആല മജ്ലിസിന്റെ ബർക്കത്തോടെ അതിന് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ, നല്ല മജ്ലിസ്. ഇതാണ് ഈമാന്, ഇതാണ് ആദരവ്, ഇതാണ് ബഹുമാന, ഇതാണ് ഈമാന്, ഇതാണ് സംസ്കാരം, ഇതാണ് ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീഖ്. അല്ലാതെ ഞങ്ങൾ ഒന്നിലും ബാക്കിരിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതേ ഈ ഗ്രൗണ്ടിൽ ഇപ്പൊ ഈ സമയത്ത് ഒരു ഡേ നൈറ്റ് മാച്ചാ, ഒരു ഫെഡ് ലൈറ്റ് മാച്ചാ മുറ്റും വെച്ചിനെങ്കിൽ ഞാൻ മേടിക്കട്ടെ, അതിന് ബാക്കിൽ നോക്കട്ടെ, എല്ലാരും ഈടുണ്ടേ, ഞങ്ങൾ വേണമെങ്കിൽ ആയിരിക്കണേ ആസിം ഉസ്താദും ഫൈസ് ഉസ്താദും അല്ലേ. നിങ്ങളെ വിഷയമല്ല, സാധാരണ അങ്ങനെ നമുക്ക് അതിനോടാണ് വലിയ താല്പര്യം. കാണുന്നില്ലേ ജമാഅത്ത് നടക്കുമ്പോ ഒരു ചങ്ങ എപ്പോഴും നിസ്കാരത്തിന് ജമാഅത്തിനെത്തുന്നു, എപ്പോ വന്നൊരു ജമാഅത്തിന് കൂടുന്ന പറഞ്ഞ ലാസ്റ്റ് തറക്കാത്തിന്റെ റുക്കുവിന് ളുഹുറിന്റെ 4-ാമത്തല്, മാരിവിന്റെ 3-ാമത്തല്, സുബഹിന്റെ 2-ാമത്തല്, എപ്പോഴങ്ങനെ ഇനി ബേം വന്നിട്ട് കൊല്ലെടുത്തു ഈ ചങ്ങ അങ്ങും ഇങ്ങും നടന്നിട്ടും കുറെ മൊബൈൽ ചൊല്ലിയിട്ടു ലാസ്റ്റ് വന്നിട്ട് അല്ലാഹു അക്ബർ ആരെല്ലാം ഒന്ന് ഗട്ടിയാക്കി ടൈറ്റാക്കി അല്ലാഹു അക്ബർ മോനോട് കേട്ട് നീ എന്ത് എപ്പോഴേ ഉണ്ടല്ലോ അടഞ്ഞു. ഒന്നാമത് ഉസ്താദ് കുറെ ഓതുന്നു ഉസ്താദ്, ഇതായിരിക്കും പിന്നെന്ത്, പിന്നെ എനക്ക് നീ പിന്നെ അങ്ങനെ കൂടെ നിങ്ങൾക്ക് ഒറ്റ നിസ്കരിക്കും അല്ലേ, ഒറ്റ നിസ്കരിക്കും ജമാഅത്തിന്റെ കൂലി വേണ്ടേ. ഇനിയിപ്പോ 2 കോണം, ഒന്നോ ജമാഅത്തും കിട്ടി, പിന്നൊന്ന് ബാക്കിയെല്ലാം 3 ഞാൻ നിസ്കരിക്കേണ്ടതല്ലേ. എനിക്ക് വേണ്ടി പോലെ സ്പീഡ് ആക്കല്ലേ, ഇയാളെ ബാക്കിൽ പോകണമെന്നില്ലല്ലേ. ഒട്ടാരെ തർക്ക് ചന്താക്കണോ, ചേലാക്കണോ, ഭംഗിയാക്കണോ, അള്ളാഹ്ക്ക് വേണ്ടിയാക്കണോ എന്ന ബോധം നമുക്കില്ല. ഒട്ടാരെ നേർച്ചപ്പെടണം. പരിപാടി നടന്നതാണോ, നിസ്കരിച്ചതാണോ, പിന്നെ ഓതിയെന്നാണോ, നോമ്പ് പിടിച്ചെന്നാണോ ആണോ, അല്ല അള്ളാഹ്ക്കാണ് എന്ന ബോധം നമുക്കില്ല. ഞാൻ നിങ്ങളെ പറയുന്നല്ല, നിങ്ങനെ ബേജാറാക്കിയല്ല, ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഇത് ആദ്യം പറയുന്ന അവ്വലും പിന്നെ നഫ്സിയനോട്. ഇനി ഈ പറഞ്ഞ സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ അത് നിങ്ങൾ തന്നെ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അല്ലാഹു തആല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. എന്നെ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹു ഞങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നന്നാക്കട്ടെ. ഇത് ആമുഖമായി പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ എപ്പോഴും നല്ല റാഹത്ത് കാണിക്കണം, ഉന്മേഷം കാണിക്കണം, ജിഗർ കാണിക്കണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള അമലല്ല, ഇതിന്റെ പവർ അറിയാ. ഈ 1 മണിക്കൂർ ഇരുന്നതിന്റെ മഹത്വം അറിയാ. ഉമ്മ കേട്ടോ, പെങ്ങള് കേട്ടോ, അവിടെ ഇരുന്നിട്ട് കുടുംബകാര്യം ഇപ്പം ഉണ്ടാന്ന് കണ്ട
വാട്സപ്പിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് ആഡ് ആക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്പർ വേങ്ങാൻ നിൽക്കണ്ട, ഇപ്പൊ വേറെ വിഷയം എന്തോ ആക്കാൻ നിൽക്കണ്ട. ഇപ്പൊ നിങ്ങൾ കണ്ണും കാതും കൽബും കൂർപ്പിച്ചിട്ട് ഇത് കേൾക്കണോ. കാരണം ഈ ഇരുത്തം, ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം തഫക്കുറുസാ ഖൈറും മിനൽ ഫിറക. ഇത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയുള്ള അമലാണുമ്മ. ഇത് ചെറിയ കാര്യമല്ല. ഞങ്ങനെ കാലൊരു SKSF സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി എന്ന് പറഞ്ഞിട്ട് സിമ്പിളാക്കുന്നെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ ഇത് ചെറിയ പരിപാടിയല്ല. ഇത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ. എത്ര 1000 റക്അത്തിൽ എത്ര സുജൂദുണ്ട്? 2000 അല്ലേ? 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് 2000 റക്അത്ത് 2000 സുജൂദ് ഇടുന്നതിനേക്കാളേറെ നാളെ അല്ലാഹുവിന്റെ ലോകത്ത് പരലോകത്ത് ഞങ്ങൾക്ക് കൂലി കിട്ടുന്ന അമലാണ് ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നാളെ ആഖിറ രക്ഷപ്പെടാനുള്ള വലിയ അമലായി അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുമ്പോ കുറച്ചെല്ലാം അമൽ ചെയ്യണമല്ല, അള്ളാഹ്ക്ക് വഴിപ്പെടണമല്ല, അവനെ അനുസരിക്കണമല്ല. കച്ചവടം ചെയ്യണ്ട, ടൂറ് പോവണ്ട, ബസ്സിൽ കയറണ്ട, ട്രെയിനില് പോണ്ട, ഗൾഫില് പോണ്ട, നല്ല വസ്ത്രം ഇടണ്ട, ഷെന്റ് തേക്കണ്ട, ആപ്പിള് മൊബൈല് പിടിക്കണ്ട. ഇതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. എല്ലാം പിടിച്ചോ? ആപ്പിൾ അല്ല, നീ പൈനാപ്പിൾ മൊബൈൽ എന്നെ പിടിച്ചോ? വേണ്ട ഒന്നും പറയില്ല. കച്ചവടാക്ക്, എല്ലാക്ക്. കഫായിന് നല്ലോണോ? ഈ കഫാകുമ്പോൾ നമുക്ക് ശബ്ദത്തിന് ബുദ്ധിമുട്ടാണ്. പിന്നെ നീ എതിർക്ക് തുപ്പൊന്നും ശരിയല്ലേ, മജ്ലിസല്ലേ, ഇൽമിന്റെ മജ്ലിസല്ലേ, ഇനി തുപ്പാതിരിക്കാൻ കാലല്ലേ, തുപ്പണന്നല്ലേ. വലത്തെ ഭാഗത്തും കുപ്പാൻ കഴിയാ. പിന്നെ സൗകര്യം അങ്ങനെ ആകുമ്പോ നിവർത്തിക്കേണ്ട സമയത്ത് അത് പറ്റുമെന്ന് തന്നെയല്ലേ. ഇനി നാളെ നിങ്ങൾ ചർച്ചാക്കാൻ നിൽക്കണ്ട. ഹാസിം ഉസ്താദിന് കണ്ണിയത്തോറ് കറാത്തെടുത്തിട്ടില്ലാന്ന് പയ്യ വന്ന ഉസ്താദ് എതിർക്ക് തുപ്പിക്കാനുണ്ടോ അവിടെ വലത്തെ ഭാഗത്തൊക്കെ. അത് കറാഹത്തിൻ ചെല്ലെങ്കിൽ സന്ദിഗ്ധ ഘട്ടത്തിൽ അത് ചെയ്യാം, പ്രയാസഘട്ടത്തിൽ അതാവാം. ഇടിപ്പോ പ്രയാസം തന്നെയാണ്. അട്ടുപിടി പൊട്ടി. ഏതായാലും വിശാലമായ ഒരു വിഷയമാണ് ഇടുപ്പ് എനിക്ക് തന്നിട്ടുള്ള കുടുംബജീവിതം ഇസ്ലാമിൽ. മറ്റു മതക്കാരുടെ കുടുംബജീവിതത്തെ പറ്റി നമുക്ക് ചർച്ചയില്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾ ഏറ്റവും വലിയ വിശ്വാസവും ചിന്തയും ഈ ദുനിയാവിന്റെ ജീവിതം ഫൈനലല്ല. ആണോ? ലാമ്പോ ഉമ്മാവും പാപ്പവും പിണങ്ങുമ്പോ കെട്ടിയോനും എന്തോ അപ്പുറപ്പുറം ചെയ്ത് തല്ലാമ്പോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അപ്പുറപ്പുറം കുസുകുസല്ലാമ്പോ ലാസ്റ്റ് പറയലുണ്ട്, ഒരിക്കൽ മരിച്ചിട്ട് പോയി നല്ല ഉണ്ടായിന്, നീ എന്ത് വിചാരിച്ചേ, അങ്ങനെ പോയെങ്ങ് തീരുന്ന ഓക്കെ. ഒരിക്കൽ മരിച്ചിട്ട് നല്ല ഉണ്ടായിന്, നീ മരിച്ചിട്ട് അവിടെ കൊന്ന അച്ചാവത്തെ കൊന്നെ. അത് തുടങ്ങുന്നല്ലേ? തുടങ്ങുന്നതാണ് നിനക്കറിയാഞ്ഞിട്ട്. ഇനിയാണ് സത്യത്തിൽ റിയൽ ലൈഫ്, ഇനിയാണ് യഥാർത്ഥ ജീവിതം. മരണത്തോടുകൂടി അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നൈമിഷികമായ നശ്വരമായ ചുരുങ്ങിയതായ ഈ ആയുസിന്റെ ഇടയിൽ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോ എല്ലാ മേഖലകളിലും അല്ലാഹ്ക്ക് വഴിപെട്ട് ജീവിക്കേണ്ടവരാണ്. കർമ്മങ്ങളില്, ആദർശങ്ങളില്, ആചാരങ്ങളില്, വേഷഭൂഷണങ്ങളില്, സംസ്കാരങ്ങളില്, അതുപോലെ തന്നെ സംസാരങ്ങളില്, ഇടപാടുകളില്, ഇടപെടലുകളില്, എല്ലാ മേഖലകളിലും അല്ലാഹനെ പേടിച്ചിട്ട് ജീവിക്കേണ്ടവരാണ്. സമ്പാദിക്കണ്ട എന്ന് ഇസ്ലാം പറഞ്ഞില്ലല്ലോ, കച്ചവടം ചെയ്യണ്ട, ഒന്നും വേണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോ അല്ല പറഞ്ഞ പോലെയാവണ. നീ എന്ത് വേണമെങ്കിലും തിന്നോ, എന്ത് വേണമെങ്കിലും കുടിച്ചോ, കുടിക്കണ്ട തിന്നണ്ട എന്നല്ല പറഞ്ഞിട്ടില്ല. പക്ഷെ കുടിക്കുന്നതും തിന്നുന്നതും അല്ല പറഞ്ഞ പോലെയാവണ. നീ ജീവിച്ചോ, എങ്ങനെങ്കിലും തോന്നിയതുപോലെ നാൽക്കാല മൃഗങ്ങളെ പോലെ ജീവിച്ചാ പോരല്ലോ, അള്ളാനെ മറന്നിട്ട് ജീവിച്ചാ പോരല്ലോ, അല്ല പൊരുത്തപ്പെടുന്ന നിലക്ക് ജീവിച്ചോ. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഈ ലോകത്ത് വന്നവരാണ് മനുഷ്യരായ നമ്മൾ. പക്ഷെ ഞങ്ങൾ ഒറ്റക്കുള്ള ജീവിതമല്ല വിധിക്കപ്പെട്ടത്. ഒറ്റക്ക് നമ്മളെ കൊണ്ട് ജീവിക്കാൻ കഴിയോ? മനുഷ്യനെ കൊണ്ട് കഴിയോ? നായിനെ കൊണ്ട് ഒറ്റക്ക് ജീവിക്കാൻ കഴിയും, ആനനെ കൊണ്ട് ഒറ്റക്ക്. ഞാൻ ഇതിൽ വരുമ്പോ ജംഗ്ഷന്റെ പേരെന്ത്,
കൊട്ടിയാടി നേരെ അങ്ങേ പോയി, നേരെ ഉദ്ധത്തിൽ പോയെന്നെ റോഡ് ചന്തം ഡൽഹിച്ച് പോയി. ഏകദേശം 10-19 കിലോമീറ്റർ പോകുമ്പോൾ കൂടെ വലിയൊരു ബോർഡും കണ്ട് ആന ഇത് എച്ചരിക്ക്. എൻ്റെ ഹാർട്ട് താതക്കും കിഡ്നി മീത്തൊക്കെ ആയി. ഇപ്പം അങ്ങ് ഉസ്താദ് ലൊക്കേഷനിൽ അയച്ചിന് 2-3 വട്ടം വിളിച്ചിന്, ഇടക്കിടക്ക് വിളിക്കും ആശുപത്രി ഉസ്താദ്, ഓർമ്മപ്പെടുത്തും. ലൊക്കേഷനും അയച്ചിന്, തെറ്റീറിൻ്റെ ഉസ്താദ് ഇങ്ങനെ റൂട്ട് എല്ലാം ചെല്ലിച്ചറിയും ചെയ്തിന്. എന്നിട്ടും ഞമ്മ പിന്നെ എപ്പോഴും പോന്തി ഈർട്ടത്തെ തന്നെയല്ലേ, പോന്തു ഈർട്ടത്തെ പെരുന്തു ഈർട്ടത്തെ. പിന്നെ 1000 വട്ടം പോയാക്കും നമുക്ക് റൂട്ട് അറിയുന്നില്ല. ഏതായാലും പോയി അൽഹംദുലില്ലാ. അങ്ങനെ കുറെ എത്തിനാകുമ്പോൾ കേട്ട് എന്തോ ഭാഗ്യത്തിന് ഒരുത്തൻ വരുന്നുണ്ട് അതിന് ബൈക്കിൽ. അസ്സലാമു അലൈക്കും സലാം അലൈക്കും ഇങ്ങനെ. പിന്നെ ഊജമ്പാടി ഊജമ്പാടിക്ക് നിങ്ങൾ കയ്യിൽ പോകല്ലേ, ഇതിന് കാട്ടിൽ മീത്തൊക്കെ പോകണോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും സാർ. ഞങ്ങൾ അതിലങ്ങനെ പോയിട്ട് ബനി അയാൾ 2 ആളുടെ ബൈക്കിൽ, ഒരാൾ നമ്മളെ കൂടെ തന്നെ കയറി അവിടെ വരെ വന്നു. അതല്ലേ നമ്മൾ ഒരു ബർക്കത്താണ്. നമ്മളെ മജ്ലിസിന്റെ ബർക്കത്ത്, നിങ്ങളെ ദുആന്റെ ബർക്കത്ത്, നമ്മളെ സ്നേഹബന്ധത്തിന്റെ ബർക്കത്ത്. അങ്ങനെ വന്നിട്ട് ആടക്കെത്തി. ആടുന്ന് എടുക്കത്ര 5-6-7 കിലോമീറ്റർ. അവിടെ ഫസ്റ്റ് കേട്ട് ഞാൻ അവിടെ ജംഗ്ഷന്റെ മീത്തുള്ള ഒരു ചെറിയൊരു പീടിയുണ്ട്. അപ്പൊ ലൈവ് ഉള്ളത് കൊണ്ട് ഇത് പറയുന്നത് ശരിയല്ല, എന്നാലും അവിടെ കേട്ടിട്ടാകുമ്പോൾ ചെല്ലി ഉസ്താ ഈലെ പോകുന്ന റോഡ് എവിടെയോ ബ്ലോക്ക് ഉണ്ട്, കോൺക്രീറ്റ് എന്തോ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അയിലെ പോയി എന്നറിയും. അങ്ങനെയാണ് അങ്ങോട്ട് പോയിന്. കിട്ടിയതുമല്ല ഏതോ ആട്ടെ അൽഹംദുലില്ലാ. ഞാൻ ഇതെന്ന് പറഞ്ഞേ ഗോവിന്ദ, നിങ്ങൾ ഇങ്ങനെ എങ്ങാവല്ല. 2 മണിക്കൂർ തീരുമ്പോൾ നിങ്ങൾ നല്ലൊരു ദീന് ഇൽമ പഠിക്കണം. നിങ്ങൾ കേട്ടതിന് ആൻസറുമില്ല, കേട്ടത് ഓർമ്മയില്ല, ഞാൻ ചെല്ലന്റെ മുന്നത്തതുമില്ല പിന്നത്തതുമില്ല, മാക്കബലും ഇല്ല മാബതും ഇല്ല. എങ്ങനെയെങ്കിൽ പിന്നെ ആർക്ക് വയത്? ഞാൻ എന്ത് പറഞ്ഞത് വൈതെറ്റിയതല്ല. അത് എന്തിനു പറഞ്ഞേ? നമ്മളെ വിഷയം അതല്ലല്ലേ. അപ്പോ ചുരുക്കി പറഞ്ഞെങ്കിലേ ആനയുണ്ട്, ആനക്ക് ഒറ്റക്ക് ജീവിക്കാം. അത് ആനന്റെ പോർട്ടുണ്ടെന്ന് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ആനക്ക് ഒറ്റക്ക് ജീവിക്കാം, മനുഷ്യന്മാരെ പോലെ കൂട്ടിന് ആള് പോകണമെന്നില്ല. ഉറുമ്പിന് ഒറ്റക്ക് ജീവിക്കാം, ഉറുമ്പിന് ഒറ്റക്ക് നാട്ടില് മാത്രമല്ല, മരത്തിന്റെ അടിയിൽ മാത്രമല്ല, കൊട്ടാരത്തിൽ വരെ ഒറ്റക്ക് ജീവിക്കാം. കൊട്ടാരത്തിൽ ഈ തീൻമേശക്ക് മുകളിൽ രാജാവിന് വേണ്ടിയിട്ട് വിളമ്പിയിട്ട് വെച്ച വിഭവസമൃദ്ധമായ ഏറ്റവും നല്ല ഭക്ഷണമുണ്ട് ടേബിളില്. ആ ടേബിളിലെ ഭക്ഷണം വെച്ച നേരത്തെ അതിന്റെ കാലിലൂടെ കയറി വന്ന ഒരു ഉറുമ്പ് രാജാവിന് വേണ്ടി വെച്ചതായ ഭക്ഷണത്തിന്റെ ഒരിത്തിരി കടിച്ചു തിന്നിട്ട് അത് അതിൻ്റെതായ ഹാലിനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇല്ലേ? ഇന്നോളം ഏതെങ്കിലും ഒരു രാജാവ് ആരടാവിടെ വെക്കടാ വെടി ഉറുമ്പിനെ എന്ന് പറഞ്ഞതായിട്ട് ചരിത്രമില്ല. അങ്ങനെ ജീവിക്കാൻ ഉറുമ്പിനും പറ്റും, ആനക്കും പറ്റും. പക്ഷേ മനുഷ്യരായ നമുക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഇവിടെ മാത്രമല്ല, സ്വർഗലോകത്തും സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പടച്ച റബ്ബ് പറഞ്ഞെന്തറിയാ? آدم وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. الله تعالى ആദം നബി അലി ഇനി ബാക്കി ഇരിക്കണമല്ലോ വന്നെങ്കിൽ കിടാക്കല്ലേ അവരോ അങ്ങനെ പോട്ടോ, അവർക്ക് ഒരിടക്കിടക്ക് പോണ്ടി വരും. കിടാക്ക് പോകുന്നില്ലല്ലോ ബേജാറ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നോക്കി ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ, 3/4 മണിക്കൂർ വേണമെന്നില്ല, ഒരു 1/2 മണിക്കൂർ കഴിയട്ട് വലിയോർ തന്നെ പോകുന്നുണ്ടാവും മൊബൈൽ എടുത്തിട്ട്. ഹലോ കേൾക്കുന്നില്ല വരാം കേൾക്കാനും ഓന് ഫോണേ വന്നിട്ട് ഇത് പണി, ഇത് പോകാൻ വേണ്ടിയിട്ടുള്ള കണി. ഓൻ വിചാരിച്ചു ഓന് മാത്രം മൂക്കുള്ള, ഞങ്ങൾക്കിടെ തരിമൂക്കുണ്ടെന്ന് ഓൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഞാനാ നിങ്ങൾ ആടുന്നെ വിളിച്ചങ്ങോ, ഇവിടെ കണ്ടു വിളിച്ചങ്ങായില്ല, ഞാൻ പേടിച്ചു. ഈ ലോകത്ത് ജീവിക്കുമ്പോ കൂട്ടുജീവിതമാണ്. അവന് ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്കാണെങ്കിൽ ഈ ലോകത്ത് ഒറ്റക്ക് ജീവിക്കാനേ സാധ്യമല്ല. എന്റെ വസ്ത്രങ്ങൾ ഏതോ ഒരാൾ തുന്നിയതാണ്, ഈ മൈക്ക് ഏതോ ഒരാൾ കൊണ്ടുവച്ചതാണ്, ഞാൻ ഇവിടേക്ക് വരാൻ ഏതോ ഒരാൾ വിളിച്ചതാണ്, ഞാൻ ഈ പറയുന്ന ഇൽമ ഏതോ ഒരാൾ പകർന്നു തന്നതാണ്. എല്ലാം
മറ്റുള്ളവരുടെ സഹായത്തോട്. അല്ലാതെ എന്നെ ഒറ്റക്ക്, എന്നെ കൊണ്ട് ഒറ്റക്ക്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരെ അല്ല പഠിച്ചത് സാമൂഹിക ജീവിയായിട്ടാണ്. അവന് കുടുംബമുണ്ട്, അവന് ചങ്ങാതിമാരുണ്ട്, അവന് പാർട്ട്ണർമാരുണ്ട്, അവന് നാട്ടുകാരുണ്ട്, അവന് മഹല്ലത്തുകാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്. ആ നിലക്കാ മനുഷ്യർ പടക്കപ്പെട്ടത്. എന്നാലും അല്ല പറഞ്ഞു, മനുഷ്യരെ വിളിച്ചിട്ട് നിങ്ങൾ കുടുംബത്തോടെ കഴിയണം, സന്തോഷത്തോടെ കഴിയണം. നിങ്ങൾ നോക്കൂ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗ്ഗലോകത്ത് പഠിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മനുഷ്യൻ ഒറ്റക്കായിരുന്നു സ്വർഗ്ഗലോകത്ത്. കോടാന കോടി മലായികത്തിങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനും ഒരു ജിന്ന് വർഗത്തിൽപ്പെട്ട പിന്നൊരുത്തനും. ബാക്കി എല്ലാരും മലായികത്തിങ്ങൾ. നാലാമത്തെ ഒരു ജാതി ആടെ ഇല്ല, എല്ലാം മലായികത്തിങ്ങൾ തന്നെ. മനുഷ്യനായിട്ട് ആദം നബി അലൈഹിസ്സലാം, അന്ന് ആദം നബി അല്ല, സ്വർഗ്ഗലോകത്ത് ആദം നബി അല്ലല്ലോ, ഭൂമിയിലേക്ക് വന്നിട്ടല്ലേ നബി ആയിന് അല്ലെ. പണ്ട് ശംസുൽ ഉലമാ മഹാനവർ റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി, മഹാനർ ആദം നബി അല്ല എന്ന് പറഞ്ഞാൽ ആദം നബി അല്ല. അതിനെ ബയ്യ കുറെ ഫിത്തനക്കാർ കണ്ട ഈ കെ ശംസുൽ ഉലമാ ആദം നബി അല്ല ചൊല്ലിനി വഹാബിയായി. നബി അല്ല ചൊല്ലെങ്കിൽ വഹാബിയാ, എന്താ ഗാഫറാണ്ട് ചെല്ലുന്നവനെ മണ്ടയില്ല. ആട്ടെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഭൂമിയിൽ വന്ന ആദം നബി അല്ല എന്ന് ശംസുല്ലമ പറഞ്ഞിട്ടുമില്ല. സ്വർഗ്ഗലോകത്ത് നബിയും ഇല്ല, ഒന്നുമില്ല. അവിടെ ആദം നബി ആയിട്ട സ്വർഗ്ഗലോകത്ത് ആദം നബി. ആർക്ക് നബിയെ? നബിയായുടെ ദുനിയാവിലല്ലേ. ഇത് തിരിയാനുള്ള കൊണ്ട് മറ്റുള്ളവന് വേണ്ടേ? അത് ആര് നിങ്ങൾ എന്നോട് കേൾക്കണ്ട, നാളെ ഫോൺ ആക്കിയിട്ട് കേൾക്കും ഞാൻ ചെല്ല. അത് ആര് ചെല്ലീനേന്ന്? ചെല്ലിന് മാത്രല്ല, എഴുതിന് മുക്കില് എഴുതിനോറ് ചെല്ലിനെങ്കിൽ പിന്നെ ഒപ്പിച്ചിറാഞ്ഞ് ഞാൻ ചെല്ലിയതല്ല, എന്റെ വോയിസ് ഫാക്ക് ഹൂക്കൂന്നല്ലോ. ശംസുല്ലമ ആദം നബി അലൈഹി സ്വലാമിനെ നബിയല്ല എന്ന് പറഞ്ഞു. ശംസുല്ലമ ആരാണ് മഹാൻ? എന്റെ വിഷയതല്ല. അല്ലാഹു തആല അവരുടെയൊക്കെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ മദതും ബർക്കത്തും അവരുടെ സഹായവും അവരുടെ പൊരുത്തവും അല്ലാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും രണ്ടു ലോകത്തും നൽകട്ടെ. ആദം നബി അലൈഹി സ്വലാം എന്ന മനുഷ്യന് ഒറ്റക്ക. പിന്നെ എല്ലാ മലായികത്തീങ്ങള് അവർക്കെല്ലാവർക്കും അവിടെ ഉസ്താദായിട്ട് ജിന്നു വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് വകാന മിനൽ ജിന്നി. ആ ചങ്ങായി മനുഷ്യനല്ല, മലക്കുമല്ല, ജിന്നു വർഗത്തിൽപ്പെട്ട മാത്രം ആള് ഭയങ്കര ഉഷാറായനെ കൊണ്ടനല്ലേ ജിബ്രീലിനും മീകായിലിനും മറ്റവർക്കെല്ലാം ഉസ്താദായിന്. എന്തു തിരിയാത്തവനെ അറിയാത്തവനെ ഉസ്താദാക്കോ? എന്ത് താങ്കടമായിട്ട് പിള്ളമാർക്ക് ടീച്ചറാക്കുന്നത്? ഇവിടെ ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കിടാക്കനെ ഒരു ഉസ്താദിനെ വെക്കുമ്പോ നിങ്ങൾ എന്തെല്ലാം കേട്ട കമ്മിറ്റിക്കാർ? ഉസ്താദ് ഹാഷിം ദാരിമി ഉസ്താദ്, നിങ്ങൾ ആഴ്ച മൗലാർക്ക് ഹിസ്ബുണ്ടാ, ട്രെയിനിങ് ഉണ്ടാ, MSR ഉണ്ടാ, പിന്നെ അതുണ്ടാ ഇതുണ്ടാ കേട്ടിട്ട് ഇത്രക്കുള്ള ഞങ്ങളെ കിടാവിന് പഠിപ്പിക്കാൻ വേണ്ടിട്ട് വിളിപ്പിച്ച ഉസ്താദിന് അത്ര കണ്ട് യോഗ്യതയും ക്വാളിഫിക്കേഷനും നിങ്ങൾ കേട്ടണെങ്കിലേ അള്ളാന്റെ വലിയവരായ മലായികത്തീങ്ങളെ പഠിപ്പിക്കാൻ ഉസ്താദായിട്ട് ഈ ഇബ്ലീസിനെ അല്ലാഹ് വെക്കുമ്പോ അള്ളാഹുവിന്റെ എന്തെല്ലാം യോഗ്യത നോക്കിയിട്ടുണ്ടാവും. ആരും കിട്ടാത്ത വെച്ചിട്ടോനെ ഒപ്പിച്ചതാ. അല്ലല്ലോ, നല്ല പാണ്ഡിത്യമുണ്ട്. അല്ലാമയാണ്, അപാര പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. മലായികത്തീങ്ങളടക്കമുള്ള എല്ലാവർക്കും ഉസ്താദായിരുന്നു. ഇരിക്കട്ടെ, അവിടെ മനുഷ്യനായിട്ട് ആദം ഒറ്റക്കാണ്. എന്തോ ഈ ചങ്ങായിയെ കുരുത്തക്കേട് ഒപ്പിച്ച് നിങ്ങൾ എന്നെ നോക്കി, നിങ്ങൾ അതിന്റെ ഇടയിൽ വേറെ നോക്കിയിരുന്ന നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണ് എന്ന ബോധം വേണം. നിങ്ങളെ ഇടന്നും വലതും മുന്നിലും പിന്നിലെല്ലാം മലായികത്തീങ്ങളുണ്ട് എന്ന ബോധം വേണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ കൂലി കിട്ടുന്ന അമലാണ് എന്ന ബോധം വേണം. ഇപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ അതിൽ നോക്കുന്നൊന്നും വേണ്ട. കിടാക്കളൊന്നും ഇങ്ങോട്ട് വിടണ്ടേനാ അല്ലേ? അപ്പൊ യശീറിന് കൊടുക്കുമ്പോൾ അവിടെ ലൈനിപ്പിച്ചെങ്കിലേ കിടാക്കൊക്കെ ഒന്ന് വയൽ പോകണമെന്നില്ല. അവരല്ലെങ്കിൽ ഓൾറെഡി സ്വർഗത്തിലല്ലേ. ഇവിടെ വലിയോനെ വന്നിട്ടില്ല വേലാക്ക, പിന്നെ കിടാ വന്നിട്ട്
അല്ല വലിയോർ വന്നിനല്ലേ? നിങ്ങളല്ല, വലിയോർ വന്നിനി എന്നെങ്കിലും ഈ എത്ര വലിയ മഹല് എത്ര പേരുണ്ട്? പിന്നെ 100 പേരുള്ളോടെ ഏതായാലും ഒരു 60-70 ബാല്യക്കാരുണ്ടാവേലേ, ഒരു 10-100 വയസ്സന്മാരുണ്ടാവേലേ. അൽഹംദുലില്ലാ ഞങ്ങളെ മജ്‌ലിസ് ഭംഗി. ഞാൻ നിങ്ങളെ ഉറവറിയല്ല, ഈ കിടാക്കളെ ഇങ്ങനെ അയച്ചോട്ടിരിക്കട്ടെ, നമുക്കതൊരു വിശ്വാസമാണ്. നിങ്ങൾ ചെല്ലു ഇയാളെന്താ ഇത്ര ചൂടില് ബി പി ഒന്നും ഇല്ല അബിവേ, നമ്മ നല്ല സമാധാനത്തിന്റെ ആള്, നമുക്ക് വലിയൊരു മുറാദുണ്ട്. ഈ നല്ലൊരു ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിക്കണോ, എനക്ക് പഠിക്കണോ, അത് 2 ലോകത്തും ഉപകാരപ്പെടണോ, അത്രേ നിയത്തുള്ളൂ, വേറെ നിയത്തൊന്നുമില്ല. നല്ലവരായിട്ടൊന്നും ഞങ്ങീന് വന്നിട്ടുമില്ല. ഞങ്ങളെക്കാളും നല്ലവർ താഴെയുണ്ട മേലെയുണ്ട. അല്ലാഹു മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. അതാ ഇബ്ലീസ്, അവന്റെ പണ്ടത്തെ പേര് ഇബ്ലീസ് എന്നല്ല, അസാസിൽ. അവന്റെ ഒറിജിനൽ പേര് അങ്ങനെ നെയിം ചേഞ്ച് ആക്കിയത് അസാസിൽ. അസ്രായിലിന്റെ ഉസ്താദ്, ജിബ്രീലിന്റെ ഉസ്താദ്, എല്ലാ മലായികത്യങ്ങളും ഉസ്താദ്. അവിടെ അങ്ങനെ നല്ല ഉസ്താദ് മാത്രമല്ല, ആ ചങ്ങായി അള്ളാഹ്ക്ക് നല്ലോണം സുജൂദ് വിട്ട് സ്വർഗത്തിൽ. ആ ചങ്ങായി സുജൂദ് ഇടാത്ത 1 ഇഞ്ച് സ്ഥലം സ്വർഗത്ത് ബാക്കിയില്ല. നമ്മളെ പോലെ ആട്ടിക്കൊരിക്ക പുണ്യമൊരിക്ക വള്ളിക്കൊനല്ലോ, എപ്പോഴും സുജൂദ്. ഞമ്മ ഇൻഷാ അല്ലാഹ് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം റമദാനിൽ വന്നിട്ട് പോയിനോ, 3 കൈ വന്നിട്ട് മറ്റത് വരും. ഇതിന്റെ ഇടയിൽ 9 വന്നിട്ടേ ഇല്ല. അങ്ങനല്ല, നല്ലോണി പാത്രത്തിൽ നല്ല ഉഷാറില്ല. അങ്ങനെ എന്താക്കി ഒരവസരം അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹ് പഠിച്ചു. അല്ലാഹ് പറഞ്ഞ് കുറെ വസ്തുക്കളെല്ലാം ശേഖരിച്ച് അല്ലാഹ് പഠിച്ചിട്ട് പറഞ്ഞ് ഇതിന്റെ പേരൊന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മലായികത്യങ്ങളോട്. മലായികത്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പഠിച്ചോനെ, നീ പഠിപ്പിച്ചതല്ലാത്ത ഒരു ഇൽമു, ഒരു അറിവ്, ഒരു നോളജ് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ എങ്ങനെയാ ഇതിന്റെ പേര് പറയണ്ടേ? അപ്പോഴാണ് ആദം എന്ന മനുഷ്യനെ വിളിച്ചിട്ടല്ല പറയുന്നത്, ആദമേ ഇതിന്റെ പേരും വിവരവും പറഞ്ഞു കൊടുക്ക, ഇതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി പറഞ്ഞു കൊടുക്ക. ആദം നബി അലൈഹിസ്സലാം മണിമണിയായിട്ട് പറഞ്ഞ നേരം മലായികത്യങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. അപ്പൊ അല്ലാഹ് മലായികത്യങ്ങളോട് പറഞ്ഞു, ഇപ്പൊ ആദം നിങ്ങളെ ഉസ്താദായി, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച ആളായി. അതുകൊണ്ട് ഉസ്ജുദൂ ലിആദം, ആദമിനെ ബഹുമാനിക്കണോ. ഉസ്താദല്ലേ എന്നറിഞ്ഞിട്ട് 3000 ശമ്പളം ഉണ്ടല്ലോ അറിഞ്ഞിട്ട് ഒപ്പിക്കണ്ട. ആലിമല്ലേ, ഉസ്താദല്ലേ, നല്ലോണം ആദരവ് വേണം, ബഹുമാനം വേണം. അതുകൊണ്ട് നിങ്ങൾ ബഹുമാനിക്കണം പറഞ്ഞപ്പോ, തല കുടിക്കണോ എന്ന് പറഞ്ഞപ്പോ എല്ലാ മലായികത്യങ്ങളും ഫസജദൽ മലായിക, എല്ലാ മലായികത്യങ്ങളും ആദം അലൈഹിസ്സലാമിനെ ബഹുമാനിച്ച, താണു വണങ്ങി അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടു. ഇല്ലാ ഇബ്ലീസ്. ഇങ്ങെന്തോ വാട്സപ്പിൽ ആഡ് ആക്കിനല്ലേ, എന്ത് മുണ്ടുന്നേ ഇല്ല. ഇല്ലാ ഇബ്ലീസ്, ഇത്ര സൗണ്ട് ഉണ്ടാ. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോ നിങ്ങൾ ഇല്ല, ഞാൻ പറഞ്ഞു ചെല്ലേ മതിയല്ലേ, കേൾക്കണോ? ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, ഇബ്ലീസ് ബഹുമാനിച്ചില്ല. അല്ലാഹുവോനോട് പറഞ്ഞെന്തറിയാ, 1000-ലെ 14,000 ആണ്ട്. എത്ര? 1 അല്ല 2 അല്ല 100 അല്ല 1000 അല്ല, 14,000 ആണ്ട് സ്വർഗത്തിൽ അല്ലാഹുക്ക് സുജൂദ് ഇട്ടവനാണ് അസാസിൽ. 14,000 ആണ്ട്, 14,000 വർഷ. 1 അല്ല 2 അല്ല. അവന്റെ അത്ര കണ്ടുള്ള ഇബാദത്ത് അല്ലാഹ് ബാത്തിലാക്കി, അവന്റെ അമലല്ല പൊളിച്ചു കളഞ്ഞു, അവന്റെ ഇൽമല്ല എടുത്തു കളഞ്ഞു. അവനോടല്ല പറഞ്ഞു, കടക്ക് പുറത്ത് പോ, പുറത്ത് ഫഖുർജ ഫഇന്നക റജീം. കടക്ക് പുറത്ത് പോ, പുറത്ത്. എന്തേ ഓനെ പുറത്താക്കാൻ കാരണോ? ഓന്റെ നിസ്കാരം, ഓന്റെ സുജൂദ് ശരിയാവാഞ്ഞിട്ടല്ല, ഓന്റെ സുജൂദ് കുറഞ്ഞതുമല്ല, ഓന്റെ ഇൽമ് കുറഞ്ഞതുമല്ല. പിന്നെയാ ബഹുമാനിക്കപ്പെടേണ്ട ആളെ ബഹുമാനിച്ചില്ല. ഇപ്പൊ പള്ളി, മദ്രസ, ഇങ്ങനത്തെ മജ്ലിസിലെല്ലാം, ഇങ്ങനത്തെ മജ്ലിസുകളോടെല്ലാം നല്ല ബഹുമാനം വേണം. ഇത് കുട്ടിക്കളിയല്ല. പള്ളിയോടെ എന്റെ കുറ്റുങ്ങ വെച്ചാക്കേണ്ടിയല്ല. ഇത് ബജാറിൽ വേണമെങ്കിലും പൊരൻ്റെ വേണമെങ്കിലും വൈചെല്ലാം പറഞ്ഞാൽ നീ പള്ളിൻ്റെ അടക്ക വാങ്ങണം. ഇത് പള്ളി എന്താ ക്ലബ്ബാ? പള്ളിൻ്റെ അടക്കാരായ
പള്ളിൻ്റെ മിണ്ടാനേ കയ്യ, പള്ളിൻ്റെ മാടി കുത്തി നടക്കാൻ കയ്യ, പള്ളിൻ്റെ മൊബൈൽ ചെല്ലാൻ കയ്യ, പള്ളിൻ്റെ കൂറ്റും കോച്ചാക്കാൻ കയ്യ, മജ്‌ലിസും അങ്ങനെ തോന്നിയ പോലെ ഇരിക്കാൻ കയ്യ, തോന്നിയ പോലെ എണീക്കാൻ കയ്യ, തോന്നിയ പോലെ പോവാൻ കയ്യ. അതിനോട് നല്ല ബഹുമാനം വേണം. എല്ലാം പോയില്ല ഓന്റെ അവല. ബഹുമാനം ഇല്ലാതെ പോയപ്പോ എല്ലാമലും അല്ല എടുത്തു കളഞ്ഞു. കാലാകാലം അവനെ ശപിച്ചു വിട്ടു. കാലാകാലം നിന്റെ മേലെ എന്റെ ലാനത്തുണ്ട്, ശാപമുണ്ട്. നീ ഇനി നന്നാവല, നിനക്ക് മാപ്പില്ല, തൗബയില്ല, നിനക്കിന് സ്വർഗപ്രവേശനമില്ല. ഓനെ പുറത്താക്കി. എന്റെ വിഷയം പറഞ്ഞ ഓനെ പുറത്താക്കിയിട്ടായ പിന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന് മുണ്ടാനും വിഷയാക്കാനും കുസാളാക്കാനും ആടെ ഒരാളില്ല. എടെ എടെ സ്വർഗലോകത്ത്. കാരണം ഓൻ്റെ നല്ല കമ്പനി ആയിട്ടുണ്ടായി. മറ്റൊരു മാച്ചാന്നില്ല, മലായിക്കത്തിങ്ങ മാച്ചല്ല. കാരണം അവർ മനുഷ്യന്മാരെ പോലല്ലല്ലേ, അവർക്ക് വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്തല്ല മാച്ചാന്നില്ല. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറച്ചെങ്കിലും ഒരു ടൈം പാസ് ഓന ഉണ്ടായി. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നതാണ്. ഇത് ഡിങ്കന്റെ കഥയല്ല, തോന്നിയത് വിളിച്ചു പറയുന്നതല്ല. മഹാനായ ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് വനാസിം മിനസ് സഹാബ, സഹാബികൾ ഉദ്ധരിച്ച ഹദീസാണ്. അതേ, ലമ്മാ ഖറജ ഇബ്ലീസ് മിനൽ ജന്ന, ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ നേരം, വഅസ്കനാദമുൽ ജന്ന, ആദം അതാ സ്വർഗ്ഗത്തിൽ അങ്ങനെ താമസിക്കുന്നു. ഫബകാ ഫീഹാ വഹദ, സ്വർഗ്ഗത്തിൽ ഒറ്റക്കായി. ഇനി വിഷയാക്കാനും കുറ്റാക്കാനും ആളില്ല, ഉണ്ടാനും നേരം പോക്കാക്കാൻ ആളില്ല. വമാ കാന മഅഹു മൻ യസ്തഇനിസു ബിഹി, ആദം നബി അലൈഹി ഇസ്ലാമിന് നേരം പോക്കിന് കൂട്ടിന് പറ്റിയ ഒരാൾ അവിടെ വേറെയില്ല. മഹാനർ വല്ലാത്ത ടെൻഷനിലായി. സ്വർഗലോകത്തും അങ്ങനെ ടൈം പാസിന് ആള് വേണോ? പിന്നെ മനുഷ്യന്മാർക്ക് കൂടെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക. സ്വർഗലോകത്ത് ആദമിന് ടെൻഷനായി. ഇത് തഫ്സീറുർ റാസിയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഫഅൽഖല്ലാഹു തആല അലൈഹി അന്നൗമാ, ആദം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ഒരു വറക്കിട്ട് കൊടുത്തു, ഭയങ്കരമായൊരു വറക്ക്. ആ വറക്കിയ നേരത്ത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഇടതുഭാഗത്ത് ഒരു വളഞ്ഞ വാരിയല്ല ജീവനോട് അല്ലാഹു ഊരിയെടുത്തു. ആ എല്ല് ഊരിയെടുക്കുമ്പോ എല്ലിന് ജീവൻ ഉണ്ടായി. അതുകൊണ്ടാണ് ജീവനുള്ള സാധനം എന്ന അർത്ഥത്തിലാണ് ആ എല്ലുകൊണ്ട് പടക്കപ്പെട്ട പെണ്ണിന് ഹവ്വ, ഹയ്യത്ത്, ഹവ്വ എന്ന പേര് വന്നു. ഉറങ്ങിയ സമയത്ത് ഇടത്തെ ഭാഗത്തെ വാരിയല്ല. നിങ്ങൾ നോക്കി, നമ്മളെ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് നമ്മളെ പുറം ഭാഗത്ത് ഒന്ന് സ്കാനിങ് ആക്കിയെങ്കിൽ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് വാരിയല്ലില്ല, ഇടത്തെ ഭാഗത്തൊന്ന് കമ്മിയുണ്ട്. എന്തേനെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കല്ല, എന്തേനെ ചെയ്തോളിന്നിട്ട് പോയിനാ? ഇല്ല ഇല്ല ഇല്ല, അതല്ല ഊരിയെടുത്തിട്ട് ആ ജാഗലല്ല ഇറച്ചി ഫില്ല് ചെയ്തോ. എന്നിട്ട് ആ പെണ്ടായ വളഞ്ഞ വാരിയല്ലിൽ നിന്നിട്ട് അല്ലാഹു ഹവ്വ എന്ന പെണ്ണിനെ പടച്ചു. ആദം നബി അലൈഹി സ്വലാം ഉറക്കലാണ്. ആദം നബി സംഗതിയെ അറിയാല. അങ്ങനെ ഉറങ്ങിയിട്ട് ഇങ്ങനെ കണ്ണു തുറക്കുന്നതിന് നോക്കുമ്പോ തലന്റെ ഒരു സുന്ദരിയായ പെണ്ണ്. അങ്ങനത്തെ ഒരു ജാതിനെ, ഒരു സാധനത്തിനെ കാണുന്നുണ്ട് ഫസ്റ്റ്. സ്വർഗത്തിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ട മഹാൻ കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് കാണുന്ന അത് എന്തോ ഒരു ഗ്ലാമർ, ചന്തത്തിന്റെ കുട്ടി, അങ്ങനത്തെ ഒരു പെണ്ണ്. മഹാൻ അത്ഭുതത്തോടെ കേട്ട്, നീ ആര്? മന്നന്തി. മഹദി പറഞ്ഞു, കാലത്ത് ഞാനൊരു പെണ്ണ് എന്ന് പറഞ്ഞു. ഐ ആം ലേഡി, ഒരു പെണ്ണ്. നീ എന്തിന് വന്നേ? നിന്നെ എന്തിന് പഠിച്ചേ? നീ ആര്? അപ്പൊ മഹദി പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനത്തിന്, റാഹത്തിന്, സന്തോഷത്തിന്, നിങ്ങൾക്ക് സമാധാനത്തിന്, റാഹത്തിന്, സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല എന്നെ പഠിച്ചതാണ്. പേരെന്ത് എന്ന് ചോദിച്ചപ്പോ ഖാലൂ മലായികത്തീങ്ങളാണ് ആൻസർ പറഞ്ഞ ഹവ്വ. പേര് ഹവ്വ.
ഇരിക്കട്ടെ. അങ്ങനെ സ്വർഗലോകത്ത് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് സമാധാനം കൊള്ളാനും ശാന്തി കൊള്ളാനും റാഹത്ത് കൊള്ളാനും അതേ എല്ലാം കൊണ്ടും നല്ല ജീവിതത്തിനു വേണ്ടിയിട്ടാണ് പെണ്ണായ ആദമിനെ സ്വർഗത്തിൽ പടച്ചത്. അത് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞല്ലോ, യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, നീയും നിന്റെ പെണ്ണും സ്വർഗത്തില് സന്തോഷത്തോടെ കഴിഞ്ഞു. ഉസ്കുൻ ഉസ്കുൻ ജലങ്ങന്ത് സക്കന യസ്കുനു മസ്കൻ തസ്കുൻ. എന്താ ഇതിന്റെ അർത്ഥം? മസ്കനി ജലങ്ങന്ത് എന്തായി, തസ്കുനി ജലങ്ങന്ത് മസ്കനി ജലങ്ങന്ത്. ഞമാ അർത്ഥം വെക്കും പൊരല്ലേ, വീട്, ഹൗസ്. മസ്കൻ സംഗതി പോര തന്നെ. എങ്ങനത്തെ ഏത് പോരറിഞ്ഞ അതിന് എല്ലാത്തിനും പോരെന്നർത്ഥം വെച്ചങ്ങാവല്ല. അങ്ങനെ നോക്കിയെങ്കിൽ ദാറ് പോരെ, ബൈത്ത് പോരെ, മൻസില് പോരെ, മസ്കന് പോരെ, എല്ലാം പോരെ. വീട് എല്ലാം വീടാവോ? അതിന്റെ അർത്ഥത്തോടു കൂടി അതിന്റെ ആശയം പറഞ്ഞ അർത്ഥം പറഞ്ഞു. എന്തേ മസ്കനി ചെല്ലെങ്കില്? മസ്കനി ചെല്ലെങ്കില് സമാധാനത്തിന്റെ ജാഗ. അപ്പൊ പോരൻ ചെല്ലെങ്കില് തല്ലുകൂടാനുള്ളതല്ല. അപ്പൊ ഭാര്യ സമാധാനത്തിനുള്ളത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. വിശുദ്ധ ഖുർആനിലുള്ള പറയുകയാണ്, അള്ളാഹിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹു അതാ നിങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി സമാധാനത്തിന് ലിതസ്കുനൂ ഇലൈഹാ, റാഹത്ത് കൊള്ളാൻ, സമാധാനം കൊള്ളാൻ, നല്ല സമാധാനത്തിന്റെ ജീവിതം നടത്താൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്നിട്ട് ഒരു ഇണയ, ഒരു തുണയ അല്ലാഹു പടച്ചു. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല അളവറ്റ സ്നേഹവും കൃപയും ഇട്ടു തന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയ പാഠമുണ്ട്. നോക്കൂ, നിങ്ങൾ ഏതോ ഒരു പെണ്ണായിരുന്നു അവൾ, ഏതോ ഒരാണായിരുന്നു ഞാൻ. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ രണ്ടാളും അതാ കൈ കൊടുക്കുന്നു, യോജിക്കുന്നു, നിക്കാഹ് എന്ന ഹലാല് കർമ്മത്തിലൂടെ വന്നിക്കുന്നു. അങ്ങനെ വന്നിച്ചപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കിടയിൽ സ്നേഹം കൂടുന്നു, പിരിശപ്പാട് കൂടുന്നു, ആദരവ് കൂടുന്നു, അംഗീകാരം കൂടുന്നു. ഒരു സെക്കൻഡിൽ എന്റെ ഓള് ഉദാഹരണോ മങ്ങാലായിട്ടില്ല, എനക്കറിയില്ല, ഓക്കെ എന്നെ അറിയില്ല, ആർക്കും അറിയാല. നിങ്ങളതും അങ്ങനെ ഒരു നാക്കി പിന്നെ ബസ്സിൽ പോകുമ്പോ പരപ്പലാരോ തോണ്ടിനോ ഓളെ, ബസ്സില ബസ് സ്റ്റാൻഡില. ഇങ്ങനെ ഉദാഹരണം ചെന്നു, ഞാൻ കെട്ടിയിട്ടുമില്ല, കെട്ടുന്ന പെണ്ണെന്ന് ഫിക്സ് ആയിട്ടുമില്ല. ഓൾക്കും അങ്ങനെ, നിങ്ങൾ കെട്ടുന്ന നിങ്ങൾ അവളെ മാപ്പിളാന്നോ ഭർത്താവുന്നോ അല്ലെങ്കിൽ നാളെ മറ്റൊന്ന് മങ്ങാലാവുന്നോ ഓക്കും പറഞ്ഞിട്ടില്ല. ഏതായാലും പോയ കുടുംബശ്രീന്റെ മീറ്റിങ്ങിന് പോയതാ അല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയതെന്ന് അറിയാല. പോയിട്ട് അവിടെ നിൽക്കുമ്പോ ബസ് സ്റ്റാൻഡിൽ ആ ബസ്സിൽ ആരോ തോണ്ടിനെടുത്തോ. ആ തോണ്ടുമ്പോ ആൾക്കാർ കണ്ടു, കൂറ്റായി ഗൗജായി ഭയങ്കര വിഷയാന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും നിങ്ങളും നിങ്ങളെ നോക്കി എന്ത് കൂറ്റി എന്താണ് വിഷയം, എന്താണ് അതാരോ തോണ്ടിയോലോ അത്ര അല്ലേ അല്ലേ. ഞാൻ പോയില്ലേ, എന്തു ഇടപെട്ട? ഇനി ഇടപെട്ട അങ്ങനെ വേറെ കുറെ ഇടപെട്ട ഇല്ലെന്തേ? ആരോ ഒരു പെണ്ണ് ആരോ ഒരുത്തും തോണ്ടി. അതിനിപ്പോ ഞാൻ ഇല്ലേ, അതേ പെണ്ണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയായി, അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യയായി. എന്നിട്ട് ആ പെണ്ണിന് ഇതേ ബസ് സ്റ്റാൻഡിലോ മറ്റോ ആരോ ഒരാൾ തോണ്ടി എന്നിരിക്കട്ടെ, എന്തായിരിക്കും ഞങ്ങളെ പ്രതികരണം? എന്തായിരിക്കും ഞങ്ങളെ ഇടപെടല്? എങ്ങനെയായിരിക്കും ഞങ്ങൾ കൈകാര്യം ചെയ്യാല്? അതാണ് ആരോ ഒരുത്തി, ആരോ ഒരാള്, ആരോ ഒരുത്തന്. എന്നിട്ടതാ ഒരു സുപ്രഭാതത്തിൽ അവർ ഹലാലായ വിവാഹത്തിൽ ഏർപ്പെട്ടപ്പോ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അളവറ്റ പിരിശപ്പാടും സ്നേഹവും കാരുണ്യവും അല്ലാഹു ഇട്ടുകൊടുക്കുന്നു. പിന്നെ അവർക്ക് അകലാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല, പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത്. സമാധാനത്തിനുള്ള ജീവിതത്തിനാണവർ, റാഹത്തിനുള്ള ജീവിതത്തിനാണവർ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബാല്യക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ബാല്യക്കാരെ, യാ മാഇശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്.
ബാല്യക്കാരെ വിളിച്ചിട്ട് അല്ല പറഞ്ഞു മംഗലം കഴിക്കാൻ നല്ല ആവതും ആഗ്രഹവും ആശയവും ഉണ്ടെങ്കിൽ നല്ലൊരു മംഗലം കഴിച്ചോളണോ. അല്ല ഉസ്താ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലേ, എന്റെ ഓളന്ന് മേങ്ങിരി കെട്ടാൻ തീരുമാനിച്ചു. നീ കെട്ടണ്ട ഓള പൈസ മേങ്ങിയിട്ട് കാശിപൊന്ന് പണ്ടം മേങ്ങിയിട്ട് നീ കെട്ടണ്ട. അങ്ങനെ കെട്ടണമെന്ന് ധീര പറയുന്നില്ല. വാങ്ങിക്കോ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല. നന്നായിട്ട് കേട്ടോ. വാങ്കിഹുൽ അയാമാ മിൻകും വസാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് നല്ല സ്വാലിഹീത്തുകളായ പെണ്ണുങ്ങളെ, നല്ലവരായ പെണ്ണുങ്ങളെ നിങ്ങളെ കല്യാണം കഴിച്ചോളൂ. കാശില്ലാലോ പൈസയില്ലാലോ എന്ന ടെൻഷന് വേണ്ട. നിങ്ങൾ പാവങ്ങളാണെങ്കിൽ ഫക്കീറന്മാരാണെങ്കിൽ സാധുക്കളാണെങ്കിൽ അല്ലാഹു നിങ്ങളെ പണക്കാരനാക്കും. നിങ്ങൾ പൈസയില്ല പൈസാട്ട് പൈസയില്ല പൈസാട്ട് എന്ന് പറഞ്ഞിട്ട് മംഗലം എട്ടാക്കണ്ട. സമയമായാൽ ഒത്തുവന്നാൽ നല്ല മാച്ച് ഉള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഹൈറാണെന്ന് തോന്നിയാൽ കെട്ടിച്ചോളൂ, കെട്ടിക്കോളൂ. പരിശുദ്ധ റസൂലുള്ളാഹ്. ഞാൻ ഇപ്പൊ പൈസ വാങ്ങാക്കുന്ന ചില മനുഷ്യന്മാർ, ചില ആൾക്കാർ പൈസ വാങ്ങാത്തില്ല. കുറച്ച് പൈസ ഉണ്ടോ എന്നെങ്കിലും അവിടുന്ന് കുറച്ച് കിട്ടണോ, അവിടുന്ന് ഓളം കാശ് വന്നി. ചില ബാലക്കാർക്ക് അവളത് കിട്ടണമെന്നില്ല, അയാൾ കാശൊന്നുമില്ല. ബാലക്കാരന് പുതിയാപ്പിള കാശൊന്നുമില്ല. കാശി പൊന്ന് വേണമെന്നൊന്നുമില്ല. നല്ലൊരു പെണ്ണ് വേണോ നിങ്ങൾ ദ്വാരക്കണോ. പിന്നെ കാശി പൊന്നൊന്നും വേണ്ട, ആയെങ്കിലും ബാപ്പ വിടുന്നില്ല. മേങ്ങണോ, ബാപ്പ മേങ്ങാതെ വിടുന്നില്ല. ബാപ്പാടെന്നെ കെട്ടാൻ ചെല്ലി തീർന്നില്ലേ. അവിടെയാണ് നിന്റെ തന്റെ ഇടം കാണേണ്ടിയേ. അവിടെയാണ് നിന്റെ ആണത്വം കാണേണ്ടത്. അവിടെയാണ് നിന്റെ ഈമാന് കാണേണ്ടത്. ആ നിലക്ക് വിലപേശിയിട്ട് പൈസയും പണ്ടവും പറഞ്ഞിട്ട് കാശും പൊന്നും പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കണ്ട വാപ്പ. പെണ്ണ് തേടണ്ട വാപ്പ. പെണ്ണുമക്കളോട് അവരെ വീട്ടുകാരോട് അങ്ങനെ പറയല്ല വാപ്പ. അവർ തരുന്നതിന് തെറ്റില്ല, അത് തരുമല്ലോ. എന്റെ മോളെ ഞാനൊരു ചെക്കനെ കെട്ടിച്ചു കൊടുക്കുമ്പോ എന്റെ മോളെ ഞാൻ ബേക്കറിക്ക് ബിസ്ക്കറ്റ് കൊണ്ടുവരാൻ അയച്ച പോലെ ആക്കോ. ഞാൻ എന്റെ മട്ടം പോലെ എല്ലാം എന്റെ പറയും, എന്റെ ചാളും എന്റെ പറമ്പും എന്റെ ആണ് കിടക്കൊക്കെ എന്റെ പിന്നായ പോലെ. എന്റെ പെണ്ണ് കിടാവല്ലത് എന്റെ കയറിലല്ലേ, ഞാൻ എന്റെ പെണ്ണൊക്കെ കിടത്തുവാ. പക്ഷെ നീ കണ്ടീഷൻ വെക്കണ്ട, ഇത്തര വേണോ. അത് മുള്ളേരുന്ന ആട് കൊണ്ടിരുന്നല്ല, അത് പെണ്ണ്. ഇത്തര കിട്ടണോ. നീ എന്ത് സുബ്രഹ്മണ്യത്ത് പോത്തനോണ്ടിരുന്ന കാശി നോക്കണ്ടെന്ന് പറഞ്ഞു. നീ കണ്ടീഷൻ വെക്കണ്ട, അത് ദീനല്ല, അത് ദീനല്ല. അവർ തരട്ടെ, അത് അവർ വിട്ട്, അത് അവർക്കുള്ളതാണ്. നീ നോക്കേണ്ടത് ദീന്, ദീന്, ദീന് നോക്കിയിട്ട് കെട്ടിക്ക. നീ മാത്രമല്ല, വർത്തമാന കാലഘട്ടത്തിൽ ഇതേറെ പറയപ്പെടേണ്ടതാണ്. ഇന്ന് കണ്ട സ്ഥലത്ത് കോളേജ് കുമാരന്മാർ ലിങ്കാവുന്നു. അവരതാ പരസ്പരം മിണ്ടുന്നു, സംസാരിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവർ പിന്നെ ഭാര്യപദത്തിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്. മാസം തികയുന്നതിന് മുമ്പ്, വർഷം തികയുന്നതിന് മുമ്പ് അവരതാ ഡിവൈഡായിട്ട് പിരിയുന്നു, തല്ലുകൂടുന്നു. പണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കളർഫുൾ ലൈഫ്, അതല്ലെങ്കിൽ കണ്ണേ കർല എന്നുള്ള വിളി മംഗലം കഴിഞ്ഞ് പിന്നെ ഇല്ല. എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടില്ല? അതിന്റെ മുമ്പ് തന്നെ ഹറാമിൽ തന്നെ തുടങ്ങിയത്. ഓൻ ചെല്ലാൻ പറഞ്ഞ ഉസ്താദെ പെണ്ണെല്ലാം നോക്കിട്ട് വെച്ചിന് അടുത്ത മാസം ഡിസംബർ, അടുത്ത മാസമല്ല, ഇനി എത്ര മാസം ഉണ്ട് ഡിസംബറിന്? ഇല്ലേ, 5-8 മാസം ഇല്ലേ? ഡിസംബറിൽ എൻഗേജ്മെന്റ്. ഡിസംബറിൽ എന്ത് എൻഗേജ്മെന്റ്? ഇന്നത്തെ ഡിസംബറിൽ മംഗലം. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയിൽ ഇപ്പൊ നീ ഊട്ടിക്കെല്ലാം പോയത് ഇത് എന്ത് വെന്റ്? ബേക്കളം ബീച്ചെല്ലാം ചുറ്റിട്ട് വന്നിട്ട് അവളെ കയ്യിൽ മൊബൈലെല്ലാം കൊടുത്തിട്ട് ഇതെന്ത്? ഇസ്ലാം അനുവദിച്ചതാണോ? പച്ച ഹറാമല്ലേ? ഇത് വ്യഭിചാരമല്ലേ? ആ വ്യഭിചാരത്തിലൂടെ തുടക്കം കുറിച്ച കാര്യം പിന്നീട് നീ ഹലാലാക്കിയിട്ട് തുടരുമ്പോ അവിടെ ബർക്കത്ത് മൈനസ് കാണുന്നു. അവിടെ എല്ലാ നിലക്കുള്ള കുരുത്തക്കേട് കാണുന്നു. പെട്ടെന്ന് പിരിയേണ്ടി വരുന്നു. ഇനൊരു വേള പിരിയേണ്ടി വന്നില്ലെങ്കിൽ തന്നെ അവിടെ തല്ല് മാറുന്നില്ല, ഗുലുമാല് മാറുന്നില്ല.
വാർഡിലുണ്ടായിന്നറിഞ്ഞ ഓർ മങ്ങാലാന്നിന് പിന്നെ യവോ ഓൻ്റെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ ഓക്ക് വിളി വരുന്ന കരച്ചൽ വരുന്ന ഓ ഹായ് ഹൂയിന്ന് കേട്ടില്ലെങ്കിൽ ഈ ചങ്ങായിക്ക് ഹേയ് ഹേയ് എന്നല്ലാന്ന് അങ്ങനത്തെ എല്ലാം ഉണ്ടായ അവസ്ഥ. ഇപ്പൊ പോയിട്ട് ഉമ്മാന്റെ പേരിൽ 9 മാസമായി വിളിച്ചെങ്കും വരുന്നില്ല. ഓ അങ്ങനെ പോവാണ്ട് തന്നെ ഏകദേശം 8 മാസം അങ്ങോട്ടുമായി ഓനും പോകുന്നില്ല. സംഗതി എന്ത് ഇത് വിഷയം പറഞ്ഞ ഒന്നാമത് കെട്ടുമ്പോ രണ്ടാളും ദീന് നോക്കിയിട്ടില്ല. ഓറെല്ലാം നോക്കണ്ടേ, ചെക്കനും ചെക്കിയും അല്ല ദീന് നോക്കണ്ടേ. കെട്ടിക്കുന്ന ബാപ്പ ഉമ്മ കാരണവന്മാർ നാട്ടുകാർക്ക് ബിരിയാണി ആക്കാണോ അല്ല മന്തി ആക്കാണോ നല്ല തീരുമാനിക്കണ്ടേ. അത് പിന്നെ മുന്നേ ദീന് നോക്കിയിട്ട് പെണ്ണ് സെലക്ട് ആക്ക്, ദീന് നോക്കിയിട്ട് ചെക്കനെ സെലക്ട് ആക്ക്. മന്തിയും കുന്തും പിന്നെ നോക്കാം. മന്തി കൊടുക്കണ, ബിരിയാണി ആക്കണ, അതിന്റെ കൂടെ കച്ചമ്പാർ വേണ, ദാളും വേണ. ഭയങ്കര കാര്യം. അതിന് 6 വട്ടം മീറ്റിംഗ് എല്ലാം കൂടെ ഉണ്ട്. 3 വട്ടം പേരിലും 4 വട്ടം അവന്റെ പേരിലും 3 വട്ടം ഓള പേരിലും. എത്ര ആള് വരണോ എത്ര ആള് പോണോ എന്ന് മയത്തോണ്ടോ നീ ശരിക്കാൻ പറയുന്നതല്ല. ഇത് നിങ്ങളോട് പറയുന്ന നാട്ടുകാരോട്, നിങ്ങളോട്. നിങ്ങളെ മഹല്ലത്തിൽ നടക്കുന്ന വിവാഹം എന്ന പരിശുദ്ധമായ ചടങ്ങ് അത് എല്ലാം കൊണ്ടും ഇസ്ലാമിയത്തിന്റെ ആചാരമാണ്. അത് ഏറ്റവും വലിയ ഇബാദത്താണ്. വിവാഹം എന്നത് ഇബാദത്തല്ലേ അല്ലേ? ഹബീബായ റസൂലുള്ളാഹി ഉർക്കച്ചല്ലേ മുസ്തഫായ റസൂലുള്ളാഹി മംഗലം കഴിച്ചോറ് സലാത്ത് വെച്ചും ചൊല്ലി അല്ല ഏതും കഴിച്ചിട്ടായല്ലേ. ഇനിയിപ്പോ ഞങ്ങൾ ഇത് കേൾക്കുന്നതിനേറ്റ് അവർ ഭയങ്കര തണ്ടായി. നീ എന്നെങ്കിലും സലാത്തിൽ നിങ്ങൾ തണ്ടായിരുന്ന സലാത്ത് വെച്ചും ചൊല്ലിക്കോളി. കേൾക്കാത്ത ബാല്യക്കാറ് കെട്ടാത്ത ബാല്യക്കാറുണ്ടെങ്കിൽ ശരിക്കും കേട്ടോളി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിനചര്യ, ദൈനംദിന ജീവിതത്തിന്റെ കർമ്മങ്ങൾ, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബുഖാരിന്റെ ഹദീസാണ്. 3 ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. ആയിഷ ബീബി മാത്രമാണ്. ആയിഷ ബീബിയോട് വന്ന് കേട്ടു, ആയിഷ ഉമ്മ റസൂലുള്ളാഹിന്റെ ഇബാദത്ത് എങ്ങനെയാണ്, റസൂലുള്ളാഹിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ്? ആയിഷ ഉമ്മ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇടക്കിടക്ക് രാത്രി നല്ലോണം ഉറങ്ങും, ചിലപ്പോ എണീച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചില പകലുകളിൽ സുന്നത്ത് നോമ്പ് നോക്കും, ചില പകലുകളിൽ നോമ്പ് ഒഴിവാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ട് എന്നിങ്ങനെ അവരോട് പറഞ്ഞപ്പോ വന്ന 3 ആളിൽ ഒരാൾ പറഞ്ഞെന്തറിഞ്ഞ, റസൂലുള്ളാഹി തങ്ങളെ ഇബാദത്ത് റസൂലുള്ളാഹിക്ക് മതി, പക്ഷെ ഞങ്ങൾക്കത് മതിയാവേല. റസൂലുള്ളാഹി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പെണ്ണ് കെട്ടീന്, കിടാക്കുണ്ട്, മക്കളുണ്ട്, രാത്രി കുറച്ച് സുന്നത്ത് നിസ്കരിക്കുന്നു, പകല് ചിലപ്പോ സുന്നത്ത് നോക്കുന്നു. ശരി, റസൂലുള്ളാഹിക്ക് അത് മതി. കാരണം റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും വലിയ മുത്തഖിയാണ്. അനാത്തഖാക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിനെ പേടിക്കുന്നവനും പേടിച്ചവനും അനുസരിക്കുന്നവനും ഞാനാണ്. അത് റസൂലുള്ളാഹിക്ക് മതി, പക്ഷെ ഞങ്ങൾക്കത് മതിയാവേലാലോ, ഞങ്ങൾ സാധാരണക്കാരല്ലേ. അപ്പൊ വന്ന ഒരാൾ പറഞ്ഞ്, ഇനി മുതൽ ഞാൻ രാത്രി ഉറങ്ങല, ഫുള്ള് ഇബാദത്ത് തന്നെ. രണ്ടാമത്തെ ആള് പറഞ്ഞ്, ഞാനിനി പകല് ഒറ്റൊരു ദിവസവും സുന്നത്ത് നോമ്പ് പിടിക്കാതിരിക്കല, ഇനി എപ്പോഴും സുന്നത്ത് നോമ്പ് തന്നെ. മൂന്നാമത്തെ ആള് പറഞ്ഞ്, ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല, ഇനി കെട്ടുന്നുമില്ല. എന്തേ പെണ്ണ് കെട്ടിയാ പിന്നെ അതിന്റെ ബാക്കിന്ന് പോണ്ടേ, വിരുന്ന് അത് ഇത്, പിന്നെ ഇനി തിന്നാൻ കൊടുക്കണോ, എന്നെ 8-9 മാസം കഴിഞ്ഞിട്ട് കിടാവായെങ്കിൽ ഇനി ചെല്ലും വേണ്ട, പിന്നെ അതിന് ആശുപത്രിയായി, പിന്നെ LKG UKG അങ്ങനെ ഒരുപാട് KG തലച്ചൂടിന്റെ മേലെ തലച്ചൂട്. അല്ലെങ്കിൽ ചെന്ന് കേട്ടിട്ടേ പെണ്ണും കെട്ടി കണ്ണും പൊട്ടി ചെന്ന് കേട്ടില്ലേ അല്ലേ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇയാൾ പറഞ്ഞു, ഈ സഹാബി പറഞ്ഞു, ഞാൻ പെണ്ണ് കെട്ടുന്നില്ല. റസൂലുള്ള കെട്ടിനി കിടാക്ക കുട്ടിയെല്ലാം ഉണ്ട്, റസൂലുള്ളാഹിക്കാവും, നമുക്കതാവല്ല. കാരണം നമ്മൾ ഈ ഭാഗത്ത് ശരിയാകുന്നില്ല, ഞങ്ങൾക്ക് ഈ ഭാഗത്ത് മതിയാകുന്നില്ല, നാളെ ആഖിറ രക്ഷപ്പെടണ്ടേ, അതുകൊണ്ട് പെണ്ണേ കെട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വന്നിട്ട് പറഞ്ഞ്, നിങ്ങളെല്ലാ വിഷയം ഞാൻ കേട്ട്, നിങ്ങളെല്ലാ വിഷയം ഞാൻ കേട്ട്. എന്നിട്ട് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, അതെ അനാത്തഖാക്കും,
നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹനെ പേടിച്ചവനാം തഖ്വയുള്ളവനാം അനുസരണയുള്ളവനാം ഞാനാണ്. എന്നിട്ട് പോലും ഞാൻ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വിവാഹം എന്നത് എന്റെ സുന്നത്താണ്. അന്നിക്കാഹു മിൻ സുന്നത്തി ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. നിക്കാഹ് എന്നത് എന്റെ സുന്നത്താണ്. എന്റെ സുന്നത്ത് ഒരാൾ ഒഴിവാക്കുന്നെങ്കിൽ അയാൾ എന്നിൽ പെട്ടവനെ അല്ല, മുസ്ലിമേ അല്ല. അതുകൊണ്ട് ബ്രഹ്മചര്യ അത് ഇസ്ലാമികമല്ല. ബ്രഹ്മചര്യ അല്ലെങ്കിൽ ഒന്നുകിലോ മങ്ങലാവാണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മങ്ങലായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്ന, ഇത് രണ്ടും ഇസ്ലാം അനുവദിക്കുന്നില്ല. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, വിവാഹം കഴിക്കണം, നല്ല പെണ്ണിനെ നോക്കിയിട്ട് വിവാഹം കഴിക്കണം. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു, നല്ല ആണിനെ നോക്കിയിട്ട് പെണ്ണിന് കെട്ടിച്ചു കൊടുക്കണം. അത് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ സംബന്ധിച്ച് ദീനുഹു വ ഖുലുഖുഹു, അവന്റെ ദീനിനെ സംബന്ധിച്ച് അവന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറയപ്പെട്ടാൽ നല്ലവനാണ്, നല്ലതാണ്, നല്ല സംസ്കാരമുള്ളവനാണ്, പള്ളിയുമായി ബന്ധമുള്ളവനാണ്, അനുസരണയുള്ളവനാണ്, അദബും ഗുരുത്വവും ഉള്ളവനാണെന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ അവനെ കല്യാണം കഴിച്ചോളൂ. നിങ്ങൾ അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ലോകത്ത് വലിയ ഫിത്നയുണ്ടാവും കേട്ടോ. അവനൊരു വേള വ്യഭിചാരത്തിലേക്ക് പോവും കേട്ടോ. അത് പിന്നെ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും. കാരണം നല്ലൊരു ചെക്കനെ കിട്ടിയിട്ട്, നല്ല ദീനുള്ള നിലപാടുള്ള പുതിയാപ്പിളനെ കിട്ടിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. പണം നോക്കണ്ട, പണം പോണം. പണം ഇല്ലാണ്ട് എന്തുവാന്നില്ല, ഇങ്ങനത്തെ തലാട്ടൊന്നുമില്ല. പൈസ ഇല്ലാണ്ട് എന്തെങ്കിലും ആന്നാ? പൈസ എല്ലാത്തിനും വേണ്ടേ? പള്ളിന്റെ ബില്ല്, കറണ്ട് ബില്ല് കെട്ടാനും പൈസ വേണോ? ഈ സൗണ്ട് ബോക്സിന് കൊടുക്കാനും പൈസ വേണോ? ലൈവിൻ്റെ ഓനും പൈസ വേണോ? വേണ്ടേ? എനക്കും ഒരു കുറച്ച് പൈസ പയ്യ പോകുമ്പോ വേണോ? ഞാൻ സൂപ്പിയാന്നതിന് വേണ്ടേ? എല്ലാ പൈസ ദുഡേ ദൊഡപ്പ, എന്ത് ദുഡേ ദൊഡപ്പ, പൈസ ഇല്ലാണ്ടാവേല. പക്ഷെ പെണ്ണിനെ കെട്ടിക്കാൻ നോക്കുമ്പോ, പെണ്ണ് കെട്ടാൻ നോക്കുമ്പോ പിന്നെ അടക്ക, തേങ്ങ, കൊപ്പര, റബ്ബർ, ഷീട്ട്, അളിയന്മാർ ഗൾഫില് അല്ലെങ്കിൽ വെളുപ്പിൽ നിറഞ്ഞ് നീ പെണ്ണ് കെട്ടാൻ നിൽക്കണം. നീ ഫസ്റ്റ് മുന്തിക്കേണ്ടത് ദീന് നോക്കിയിട്ട് നീ കെട്ടിനാണെങ്കിൽ നിനക്ക് നാളെ തലച്ചോട് വരാല, ടെൻഷൻ ആക്കേണ്ടി വരാല. നിന്നെ അവൾ കേൾക്കാണ്ട് പിടിക്കാണ്ട് ഓളൊന്നും ആക്കൂല്ല. അവളും അങ്ങനെ നിന്റെ കട്ടാ താടി ഉണ്ടല്ലേ ചെറ്റ് ലൈക്ക് അടിക്കാനൊന്നും കണ്ട. ഇപ്പൊ അങ്ങനല്ലേ? ഇപ്പൊ പിന്നെ എല്ലാരും കോമൺ ആണ്. പഴയ കാലത്തുണ്ടായതായ ഹറാമിയത്തിനോടുള്ള പേടിയും ആ ഒരു ബേജാറൊന്നുമില്ല. ഇന്നിപ്പോ അതിനോടുള്ള സീരിയസ്നെസ് കുറഞ്ഞുപോയി, അതിനോടുള്ള ഒരു പേടി വെപ്രാളം കുറഞ്ഞുപോയി. ഇല്ലേ? പണ്ട് നമ്മളെ പെണ്ണുങ്ങല്ല പുറത്തേക്ക് നടക്കോ, ബുർക്കടാണ്ട് പോവോ, ആരെങ്കിലും കാണുവോ? ഇല്ല. ഇപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈമാനും ഇസ്ലാമോടെ വയലിന് വരുമ്പോ മാത്രം. ഇപ്പൊ നിങ്ങൾ എന്നെല്ലാം കാണുമ്പോ കൈ പിടിച്ചിട്ട് മുത്തിറാന്നില്ലേ? അല്ലേ? നിങ്ങളെ കൈ മുത്താണോ അല്ല കൈ കൊത്താണെന്ന് അറിയണമെങ്കിൽ നാളെ വൈകുന്നേരം റോട്ടിലേക്ക് നോക്കണം പോയിട്ട്. പെണ്ണ് കാണുന്നില്ലേ? അല്ലാ ഇല വരുമ്പോ വന്നിനെ കാണറിഞ്ഞാവാ മക്കനെ ഇട്ടിട്ട് കൈക്ക് പറ, കാൽക്കുറ, മൂക്കിലൊക്കെ പറ. പോ മറിയം ബീവി വന്ന പോലെ വന്ന പെണ്ണ്. എല്ലാരും അല്ല, ചിലത് ആ നിലക്കാണ് കോലം കെട്ടല്. പക്ഷേ അവള് സ്കൂളിലേക്ക് പോകുമ്പോ, കോളേജിലേക്ക് പോകുമ്പോ, അന്യവരോട് സംസാരിക്കുമ്പോ, എത്ര വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആണുങ്ങളുള്ളത്. അവിടെ ഞങ്ങളെ മോളുണ്ട്, ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്യപുരുഷന്മാരുള്ള, അന്യബാല്യക്കാരുള്ള, എന്റെ ഹസീന, എന്റെ ഫാമിലി, എന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റില്ല മോള്. എത്ര വല്ല ഹസീനായാലും കുടുംബമായാലും നിനക്ക് അന്യരാണെങ്കിൽ അവരോടൊപ്പമുള്ള ചേർന്നിരിക്കല്, ചാറ്റിംഗ് എല്ലാം ഹറാമാണ്, പാടില്ല. നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. ഇതെല്ലാം ഇപ്പൊ വേദന ചെല്ലുങ്ങ് നടക്കണോ? നടക്കാത്തനെ കൊണ്ടതാ കൊറോണ നടന്നുകൊണ്ടുള്ളൂ. അങ്ങനെ എനിക്ക് തിരിഞ്ഞ ഇനി നന്ന് ഞമ്മീനെ കെയർലെസ് ആക്കുന്ന ഇനി ബയ്യക്കും വരും കൊറോണന്റെ അപ്പുറമുള്ളത്.
അള്ളാനെ നന്നങ്ങനെ അവൈഡാക്കുമ്പോ ദീനിന്റെ നിയമങ്ങൾ ഞമ്മ കുറെ അങ്ങ് വലിച്ചെറിയുമ്പോ അള്ളാഹ് ഞങ്ങളെ വിടല. അങ്ങനെ ആരും വിചാരിക്കണ്ട. അള്ളാഹു നന്നായി ഞങ്ങളെ പരീക്ഷിക്കും. അള്ളാഹു കാക്കട്ടെ. നോക്കൂ, നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്റെ പ്രിയപ്പെട്ട മകൾ, ഏക മകൾ, അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്ന നേരത്ത് ഹയാത്തിലുണ്ടായിരുന്ന ഏക മകൾ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ പിരിശത്തിന്റെ കനിയായിരുന്നു, കരളിന്റെ കഷ്ണമായിരുന്നു. മാത്രമല്ല കിതാബുകളിൽ കാണാം ഫാത്തിമ റളിയല്ലാഹു അൻഹ നടന്നു പോകുമ്പോ ബാക്ക് നോക്കിയെങ്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്നത് പോലെ നബി തങ്ങൾ അതേ കട്ട്, അതേ ആക്ഷന്. അതാണ് ഫാത്തിമത്തു ബിൽഅത്തു മിന്നി, ഫാത്തിമ എന്റെ എല്ലാമാണെന്ന് പറയപ്പെട്ട വിരിശത്തിന്റെ കനിയായ ഫാത്തിമാക്ക് പുതിയ ആപ്പിളയായിട്ട് എത്രയോ വലിയ വലിയ ചന്തമുള്ളവർ വന്നിട്ടുണ്ട്, പണക്കാര് വന്നിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാർ പ്രമാണിമാര് വന്നിട്ടുണ്ട്. ഞങ്ങൾ കെട്ടിക്കോളാ നബിയെ എന്ന് പറഞ്ഞിട്ട് പലരും വന്നിട്ടുണ്ട്. പക്ഷേ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ എല്ലാമായ പിരിശപ്പെട്ട മകൾക്ക് ബുദ്ധിമതിയായ, സൗന്ദര്യവതിയായ, ദീനുള്ളവളായ, സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവാണെന്ന് പറയപ്പെട്ടിട്ടുള്ളവരായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് ഹബീബായ നബി തങ്ങളെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത പുതിയാപ്പിളാരറിയാമോ? വലിയ പണക്കാരനല്ലാത്ത, സ്വന്തമായി വീടും കുടിലുമില്ലാത്ത, എന്നാലോ നല്ല ധീരനും അറിയപ്പെട്ട പണ്ഡിതനുമായിരുന്ന അലിയാർ തങ്ങള് മകൾ ഫാത്തിമയോട് പറഞ്ഞു, മോളെ നിനക്ക് ഞാനൊരു പുതിയാപ്പിളനെ കണ്ടുവച്ചിട്ടുണ്ട്. അതല്ലാഹു തആല സന്ദേശത്തിലൂടെ അറിയിച്ചതാണ്. ആ പുതിയാപ്പിള നീ വിചാരിക്കും പോലെ പണക്കാരനല്ല, പണത്തിന്റെ വളവളപ്പിൽ ഉറുമറിയുന്നവനല്ല. എന്നാലും ആർക്കും ഇല്ലാത്ത ഒന്ന് നിന്റെ മാപ്പിളക്കുണ്ട്. നിനക്ക് ഞാൻ തെരഞ്ഞെടുത്ത പുതിയാപ്പിള അലിയാർ തങ്ങൾക്കുണ്ട്. അതെന്തറിയുമോ? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹോ. നിന്റെ മാപ്പിള അലിയാർ തങ്ങള് നല്ലൊരു ആലിമാണ്. ഹറാമെന്ത് ഹലാലെന്ത് അയാൾക്കറിയാം, സത്യമെന്ത് കളവെന്ത് അയാൾക്കറിയാ, നീതി എന്ത് ന്യായമെന്ത് അയാൾക്കറിയാ. അങ്ങനെയുള്ള ഒരാള് ആണ് മോള് നിന്റെ പുതിയാപ്പിള. ഫാത്തിമ റളിയല്ലാഹു അൻഹ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അതിന്റെ മുമ്പ് ഫാത്തിമ ഒരാള് പോലും കണ്ടിട്ടില്ല, ഒരാള് പോലും ഫാത്തിമ കണ്ടിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്ന സമയത്ത് ചെറിയ ആയുസിന്റെ ഇടക്ക് ലോകത്തോട് മരിച്ചുപോയല്ല. ഹബീബായ നബി തങ്ങൾ മരണപ്പെട്ടിട്ട് 6 മാസം തികയുന്നതിന് മുമ്പ് നബി തങ്ങളെ കുടുംബത്തിൽ നിന്നിട്ട് ആദ്യമായി മരണപ്പെട്ടു പോയത് ബീബി ഫാത്തിമ. ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മരിക്കുന്നതിന്റെ തലേ ദിവസം അതല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഭർത്താവും അത് വലിയാർ തങ്ങളോടും തന്റെ വീട്ടുകാരോടും വിളിച്ചു പറഞ്ഞതെന്തറിയോ? പ്രിയപ്പെട്ടവര്, എന്റെ സമയമെടുക്കാരായി എന്നെ എന്റെ ബാപ്പ വിളിക്കുന്നുണ്ട്. ഞാൻ പലവട്ടവും എന്റെ ബാപ്പ വിളിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടോ. എന്റെ മരണമെടുത്തിട്ടുണ്ട്. പാപ്പ മരിക്കുന്ന സമയത്ത് എന്റെ കാതില് പറഞ്ഞ രഹസ്യമെന്താ? പൊന്നുമോളെ ഫാത്തിമ, നീ കരയല്ല കുഞ്ഞ്. എന്നിലേക്ക് ഞാൻ മരണപ്പെട്ട ആൾ ആദ്യമായി ചെന്ന് ചേരുന്നത് നീയാണ് മോള്. കരയല്ല ഫാത്തിമ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. 6 മാസമായി ഇതാ മരിക്കാൻ വേണ്ടി പോവുകയാ. അതിനു മുമ്പ് ഫാത്തിമ ഭർത്താവിനോടും വേണ്ടപ്പെട്ടവരോടും പറഞ്ഞെന്തറിയാ? ഞാൻ രാത്രി മരിച്ചാലും പകല് മരിച്ചാലും. ആര് പറഞ്ഞേ? ആര് പറഞ്ഞേ? ചെല്ലു നിങ്ങ. ആര് പറഞ്ഞേ? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉറക്കെ പറയ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആരോട് പറഞ്ഞേ? ഭർത്താവ് വലിയാർ തങ്ങളോടും വേണ്ടപ്പെട്ടവരോടും പറഞ്ഞു, ഞാൻ രാത്രി മരിച്ചാലും പകല് മരിച്ചാലും എന്റെ മയ്യത്ത് രാത്രി മറമാടണ്. കാരണോ എന്റെ മയ്യത്ത് നാട്ടുകാർ കാണണ്ട. എന്നെ കാണണ്ടെന്നല്ല, എന്നെങ്ങനെ കാണുന്നേ? മരിച്ച മയ്യത്തിന്
എന്ത് ഓപ്പൺ ആക്കിട്ട് കൊണ്ടുവന്നാ ഒരു തുണിയിലല്ല 3 തുണിയിൽ ചുരുട്ടിട്ട് ആ മറ്റേ കേക്കില്ലേ, എന്ത് കേക്ക്, ആ കടയും കൊടിയും ചുറ്റിയ കേക്ക്, പിന്നെ അങ്ങനെ കാണുന്നത് തൊലി വെളുപ്പ് കാണോ? എന്നെ നിങ്ങൾ രാത്രി മരിച്ചെങ്കിലും പകല് മരിച്ചെങ്കിലും എന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് മറമാടാൻ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് രാത്രി തന്നെ. എന്തേ അറിയോ? എന്തേ എല്ലാരും പീടിയെല്ലാം ബന്ധാക്കിയിട്ട് ബജാറെല്ലാം ബന്ധാക്കിയിട്ട് വരും. അപ്പൊ ആൾക്കാർ കൂടും ചൊല്ലിട്ട അല്ല, എന്റെ മയ്യത്ത് കൊണ്ടുവന്ന് നാട്ടുകാർ കണ്ടണ്ടാ. എനക്കത് ഇഷ്ടല്ല. ഞാനൊരു പെണ്ണല്ലേ അൽമറാത്തു കുല്ലുഹാ പെണ്ണ് മുഴുവനും ഔറത്തല്ലേ. അത് അണ്ണാച്ചിന്റെ മുമ്പിൽ അങ്ങനെ തുറന്നു കാട്ടാനുള്ളതല്ല പെണ്ണ്. കണ്ടവന്റെ മുമ്പിലെല്ലാം വിഷയം പറയാൻ നിൽക്കേണ്ടവളല്ല പെണ്ണ്. ഇന്ന് വേണമെങ്കിൽ ഞങ്ങളെ പെണ്ണുങ്ങ മുണ്ടാ തന്നെ മാപ്പിള്ളല്, പിന്നെ എല്ലാരിലും ഉണ്ടെന്ന് വളവളാണ്. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളും അങ്ങനെ നാട്ടുകാരിലെല്ലാം ഉണ്ടെന്നു. ഓളെ തന്നെ മുണ്ടാത്ത പരക്കെത്തിയിട്ട് അപ്പൊ ബുദ്ധു പോലാക്കുന്നത്. നിങ്ങൾ ചിരിക്കുന്നെന്തേ? രണ്ടും കണക്കെ. ആ കിടാക്കളെ എതിർക്ക കടത്തണ്ട. വോളണ്ടിയർമാർ ബാഡ്ജ് കുത്തിയെങ്കിൽ മതിയാവല, ശ്രദ്ധിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞ? ഞമ്മ പുറത്തെല്ലാം നല്ലോറല്ലേ? അല്ലേ അല്ലേ? എന്ത് വിഷയം, എന്ത് പുളിപ്പ്, എന്ത് മധുരം, എന്ത് ഫ്രണ്ട്ഷിപ്പ്, എന്ത് ചങ്ങായിപ്പാട് മംഗളത്തിന്റെ പേരിലും ഏടെയും. ഇനി റോട്ടിൽ പോകുമ്പോ ആരും ഒരു അപ്പുറപ്പുറം സൈക്കിൾ മറിച്ചിട്ട് വീണ് തന്നെ വെച്ചോ, എല്ലാം പാഞ്ഞിട്ട് പോയിട്ട് ഏറ്റിട്ടെല്ലായി. എന്തായി ആംബുലൻസ് വിളിപ്പിക്കണം, എന്റെ വണ്ടിയുണ്ട്, ഇപ്പൊ എന്നെ കൊണ്ടോണ, ഇവിടെ തന്നെ പോണ, പൈസ ഇല്ലേ, പൈസ വേണം. ഇതാ അവിടെ സ്വബയ്ക്ക് ചാറിച്ച് വീണ് വിളിച്ച് കൊണ്ടു എനിക്ക് എന്തായിട്ട് കാലായി എനിച്ചിട്ട് പോവാ. ഈ ചെല്ലിട്ട് വന്ന കൂടെ ബമ്പനാന്ന് റോഡ് സൈഡിൽ ആശുപത്രി കൊണ്ടുപോണ, ആംബുലൻസ് വേണ. നീ നാട്ടുകാർക്ക് ബമ്പായിട്ട് ഉള്ളിൽ മാരിയായിട്ട് എന്തു വേണോ? ഊരിക ഉപ്പക്കാരി മനക മാരി ഈ നാറി ഇവനാ മാപ്പിള ആണോ? ഞമ്മ നന്നായിട്ട് പരലുള്ളില് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറുക്കും ലി അഹ്ലിഹി. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ സ്വന്തം അഹ്ലുകാർക്ക് നല്ലവരാണ്, നാട്ടുകാർക്കല്ല. നാട്ടിലെന്നെ കാണുമ്പോ പ്രസിഡന്റ് എല്ലാം ആക്കാൻ തോന്നും, കാളിയാക്കാന്നെല്ലാം തോന്നും. എന്നെ നിങ്ങൾക്ക് ശരിക്കും കാളിയാക്കാൻ പറ്റോ ഇല്ലെന്ന് അറിയണമെങ്കിൽ എന്റെ ഓളല് പോയിട്ട് കേട്ടോ. അവിടെ നല്ലത് ചെല്ലിയ പാസ്. നാട്ടുകാരെല്ലാം ചെല്ലും, ഉസ്താദ് അപ്പൊ അയാളില്ലേ അള്ളാഹ് അജ്റുള്ള സദ കല്ല്, അത് അജ്റുള്ള സദ കല്ല അല്ല എറിഞ്ഞിട്ട് പൊട്ടിക്കേണ്ട കല്ലാന്ന് അറിയണമെങ്കിൽ പരല് പറ്റി കേട്ടോളണം. അവിടെയാണ് നല്ലവനാകേണ്ടത്, നാട്ടിലല്ല, മംഗലപന്തലല്ല, മൈലാഞ്ചിന്റെ ഹാളിലല്ല, സമ്മേളന നഗരിയിലല്ല, പോയി നിന്ന മഹലിലല്ല, മൈക്കന്റെ പോഡിയമിലല്ല, പരലുള്ളിൽ നല്ല ആളാണ്. ഞാനും നിങ്ങൾ അവിടെ നല്ല ആളാണ്. പരന്റെ ഉള്ളിൽ പോയിട്ട് മുണ്ടാട്ടോ ഇല്ല വിഷയം. ബാക്കിയെല്ലാം എല്ലാവർക്കും വാട്സപ്പിൽ മെസ്സേജ്. നിങ്ങൾ നോക്കി ഏതൊരുത്തി വിളിക്കട്ടില്ല, വിളിച്ചത് ഏടുന്നു ആര് എന്തില്ല. എത്ര മണിക്ക് ബസ്സിന് 4:55 പിന്നെ എനിക്ക് കിട്ടില്ല എന്ന് കണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കി. അതിന് അറേഞ്ച്മെന്റ് എല്ലാം ആക്കാം. അവലെ എന്ത് പിരിച്ച് ആണാ പെണ്ണ ആരുമാട്ട് എങ്ങനെ മുണ്ടി നോക്കിയ ചന്തത്തിൽ മുണ്ടിട്ടേ അത് കട്ടാക്കുമ്പോ എന്നെ ബിസി വന്നോണ്ടായി നോക്കുമ്പോ ഇത് ഓള ഫോൺ എടുത്തിട്ട് എന്റെ ഇപ്പോഴത്തെ സ്റ്റൈലേ അല്ല തമ്മു പിടിച്ചു എന്താ മൊബൈലിന്റെ ഡിസ്പ്ലേ അടക്കം പോയി. സംഗതി രണ്ടാളും ഒരേ വിഷയം കേട്ടേ. അവിടെ എന്ത് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേ? ഊടെ നല്ലാണോ? അവിടെ മമ്പാനായിട്ട് പോണില്ല. ഊടെ നല്ലാണോ? നിങ്ങൾ ചിരിക്കും കണക്ക് നല്ല ഡൗട്ടാന്ന്. നിങ്ങൾ ഇങ്ങനെ ആയിക്കൊണ്ടുള്ളന്നല്ലേ പറഞ്ഞോളി. ഞാൻ ഇത് നിങ്ങൾക്ക് ചെല്ലിയ വയലല്ല, ഇത് എനക്ക് ചെല്ലിയതാവല്ലേ. നിങ്ങൾ ബേജാറാക്കിയിരുന്ന അള്ളാഹു ഞങ്ങളെയും കേട്ടവരെയും നന്നാക്കി തരട്ടെ. ഓളും അങ്ങനെ എടക്കുങ്ങരടുത്തേക്ക് പോന്നെന്ന് പറയുമ്പോ എന്ത് ചന്തത്തില് പോന്ന, എത്ര നല്ല ചേല് പോന്ന, അണിഞ്ഞൊരുക്കി സുന്ദരിയായി സുമുഖിയായി അപ്സരസായി നിൽക്കേണ്ടത് ഭർത്താവിന്റെ മുന്നില്. ഹബീബായ
റസൂലുള്ള പറഞ്ഞു മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹി. ഇല്ലേ, ഹബീബായ റസൂലുള്ള പറയുകയാണ്, തഖ്വാക്കുള്ള ഒരു തൗഫീഖ് അല്ലാഹ് കൊടുത്ത പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹ് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗ്യം സൗജത്തുൻ സാലിഹ, നല്ല പെണ്ണിനെ കിട്ടലാണ്. എപ്പോ മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹ്, തഖ്വാക്കുള്ള തൗഫീഖ് അല്ലാഹ് തന്നു. ഭയങ്കര നിസ്കാരം, നിലപാടും, ഓത്തും ബൈത്തും, ബായിലെപ്പോഴും ദിക്റും കളവ് ചെല്ലാല, അങ്ങനത്തെ ഒന്നും വിഷയമില്ല. അതിലെ തഖ്വ ചെല്ലെങ്കിൽ അതന്നല്ലേ, അല്ലാണ്ട് മുന്തിരിക്കന്റെ ചാറൊന്നും അല്ലല്ലേ. ഈ നല്ലൊരു തൗഫീഖ് അല്ലാഹ് കൊടുത്തന. ആ തൗഫീഖ് കൊടുത്ത പിന്നെ അയാൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഭാഗ്യം പറഞ്ഞ ഡബിളാജി ആവാനുള്ള യോഗമല്ല, മൾട്ടി ആവാനുള്ള ഭാഗ്യമല്ല, 4 പള്ളി കെട്ടിക്കാനുള്ള തൗഫീഖല്ല. പിന്നെ അയാൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീഖ് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടലാണ്. അത് കിട്ടലാണ് ഏറ്റവും വലിയ തൗഫീഖ്. തഖ്വന്റെ പിറകെ അത് കിട്ടിയ ആര്? സ്വാലിഹത്തായ പെണ്ണില്ലെങ്കിൽ ആര്? സ്വാലിഹത്തുനിന്ന് വേറുള്ളോളാ അല്ല. നടപടി, സംസ്കാരം, ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി എല്ലാം ചന്തമുള്ളോള്, മുണ്ടിങ്ങനെ നല്ല മധുരമുള്ള വിഷയം, എന്തെങ്കിലും മാപ്പിളി ചെല്ലുമ്പോൾ അനുസരണയോടെ കേൾക്കുന്ന സ്വഭാവം, അവളെ കണ്ടങ്ങനെ അവളെ കണ്ടിട്ടാകുമ്പന്നെ നിന്റെ എല്ലാ ബേജാറും ടെൻഷനും തീരുന്ന്. അതാണ് സ്വാലിഹത്തായ പെണ്ണിന്റെ ലക്ഷണം. ഞങ്ങളെ കെട്ടിയോളെ കാണുമ്പോ ബേജാറ് തീരുന്നത്, ബേജാറ് കൂടുന്നത്. ചില മാപ്പിളമാറ് പണി തീർന്നിട്ട്, ജോലി തീർന്നിട്ട് 4:30 മണിക്ക് ബജാർക്ക് എത്തിയെങ്കിലും ബജാറിന്റെ ബാക്ക് തന്നെ പോരെ, എന്നെങ്കിലും 9-10 പരൻ്റെ പോകാല, ബജാറിലേ ചുറ്റുന്നു, അവിടെ തന്നെ പണ്ടലടിക്കുന്നത് കേൾക്കുമ്പോ എന്റെ തന്നെ ചെല്ലുന്ന ഒരാള് എന്താ പറഞ്ഞാ, ഉസ്താദേ നിങ്ങൾ ചെല്ലേ, നല്ല ഭാര്യനെ കാണുമ്പോ സന്തോഷമാവും, ടെൻഷൻ മാറും ഒക്കും. റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ ഇപ്പൊ, എന്റെ ഓളെ കാണുമ്പോ കാലിന്റെ അടിയിലിട്ട് ഞെരക്കാനാ നടക്കുന്നത്. എന്റെ കേട്ടോ പോ ചെല്ലെന്ന് പറഞ്ഞ സ്വഭാവം അങ്ങത്തത് പെരുമാറ്റാണ്. അതിപ്പോ നീ ദൂരണ്ടാവോള, ഇപ്പൊ കുറ്റപ്പെടുത്തണ്ടാവള അല്ല, അവൾ അങ്ങനെയുള്ളവളല്ല, നീയും അങ്ങനെയുള്ളവനായത് കൊണ്ടാണ് ആ നിലക്കവളായി പോയത്. ഒന്നാമത്തെ കാരണം നീ തന്നെ. രണ്ടാമത് ഇപ്പൊ നീ കാലിന്റെ അടിയിലിട്ട് ഞെരക്കണോ കുത്തണോ എന്ന് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കെട്ടുന്നെന്ന് നോക്കണമായിരുന്നു. ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്ക, അതവും ഗുരുത്തുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്ക, മതബോധവും മതവിജ്ഞാനവും ഉള്ളവളെ നോക്കിയിട്ട് കെട്ടിക്ക. ഷഫീഉൽ വറാ റസൂലുള്ളാഹി. നീ അനുസരിച്ചില്ലാലോ, നീ ഓളെ തെറിക്കുന്ന വെളുപ്പ് കണ്ട്, നീ ഓളെ ഐശ്വര്യ റായിന്റെ ചന്തം കണ്ട് എല്ലാം കണ്ടിട്ട് ഓടെയോ ലിങ്കായി, പിന്നെ അതങ്ങനെ കെട്ടുന്നതിലേക്ക് എത്തി. ഇപ്പൊ നീ അനുഭവിക്കുന്നു ഇല്ലേ? ഞാൻ ചിരിക്കാൻ പറയുന്നതല്ല, അവളും അങ്ങനെ. നല്ല പുതിയാപ്പിളെ നീ തെരഞ്ഞെടുത്തില്ലെങ്കിൽ പൊന്നുമോള് മരിക്കുന്നത് വരെ നീ കണ്ണീർ കുടിക്കേണ്ടി വരും. നീ എത്ര പെണ്ണ് കാണുന്നില്ല ഇപ്പൊ തൂങ്ങി മരിച്ചു, ചാടി മരിച്ചു. മിഞ്ഞാന്നല്ലേ 2 കിടാക്കളിയും മരിയിൽ കെട്ടിയിട്ട് ഒരു ഉമ്മ കുളത്തിൽ ചാടി, കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? ഭർത്താവിന്റെ മർദ്ദനം, ഭർത്താവിന്റെ കഠിനമായ ഉപദ്രവിക്കല്. എന്റെ കുടിയനായിരുന്നു എന്നതറിഞ്ഞില്ല. നല്ല ചന്തമുണ്ട്, നല്ല താടിയുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്, അത് മാത്രം നോക്കിയിരുന്നു, വേറൊന്നും കണ്ടില്ല. കുടി എന്നതാണല്ലോ ഏറ്റവും വലിയ സ്വഭാവം അല്ലേ? അല്ലേ? കുടിയുണ്ടാ, കഞ്ചാവ് വലിയുണ്ടാ, പിന്നെല്ലാം പോയി നിസ്കരിച്ചിട്ട് ഔലിയായിട്ടൊന്നും ഗുണമില്ല. അതുകൊണ്ട് ആരോ ഒരാൾ അങ്ങനെ പുതിയപ്പള അങ്ങനെ നോക്കിയ ചെമ്പാപ്പ് പോലത്തെ ചക്കം, മണി പോലുള്ള അല്ലെ? നിങ്ങൾ അറിഞ്ഞ ഫുൾ അറിഞ്ഞ എല്ലാവരും കേട്ടിട്ടായി. ഖത്തീബ് ഉസ്താദിന്റെലും കേട്ട്, നാട്ടുകാരിലും കേട്ട്, എല്ലാവരിലും കേട്ട്. അവനെ പോലത്തെ ചക്ക നാട്ടിലേ ഇല്ലാലോ ഒക്കെ. മാഷാ അല്ലാഹ്. അല്ല നിങ്ങൾ നല്ലോണം അറിഞ്ഞോളി. പിന്നെന്തോ അറിയാനില്ലാന്ന്. പിന്നെ അല്ല ആരോ ഒരാളിച്ചില്ല, അങ്ങനെ എന്തും ഇല്ല. ഒരു ബസ് ഇടക്കിടക്ക് കുടിക്കണോ, വേറെ ഒന്നും ഇല്ല. പോയില്ലേ? എല്ലാം പോയില്ലേ? ഒരു ബസ് കുടിച്ചാൽ മതിയല്ലേ? അതല്ലേ ആണ് എല്ലാ പാവങ്ങളുടെയും ഉമ്മയാണ് കുടി.
മഹാന്മാരുടെ ജീവിതം അല്ലാഹു തആല ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. എന്നാലും പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കാൻ സമയമായില്ല. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, സമയം ഏകദേശം ഞാൻ നിന്നിട്ട് 1.5 മണിക്കൂറായി. നിങ്ങൾ ഇരുത്തം കണ്ടിട്ടാണ് അരമണിക്കൂറായ പോലെ തോന്നിയിട്ട്. അല്ലാഹു തആല കബൂലാകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ബഹുമാനികളെ, അപ്പൊ നല്ലൊരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം നല്ല ഭർത്താവ്, നല്ല ഭാര്യ. ദീനുള്ള ഭർത്താവ്, ദീനുള്ള ഭാര്യ. അള്ളാനെ പേടിയുള്ള ഭർത്താവ്, അള്ളാനെ പേടിയുള്ള ഭാര്യ. 5 നേരം നിസ്കരിക്കുന്ന ഭർത്താവ്, 5 നേരം നിസ്കരിക്കുന്ന ഭാര്യ. അങ്ങനെയുള്ളവരാണ് കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അവിടെ പിന്നെ അപസ്വരങ്ങളില്ല, അവിടെ പിന്നെ അനാശാസ്യങ്ങളില്ല, അവിടെ പിന്നെ അശാന്തിയില്ല, അവിടെ പിന്നെ പിണക്കങ്ങളില്ല, അവിടെ പിന്നെ റാഹത്താണ്. എന്നാലും പെണ്ണ് നിന്നോട് പറയട്ടെ, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ വളരെ ഈസിയാണ്, സിമ്പിൾ വഴിയാണ്, വളരെ എളുപ്പമാണ്. ആണുങ്ങളെ പോലെയല്ല. ആണുങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കിടക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്. ഈ വയല് പറയുന്നേ, എനക്കും നിങ്ങൾക്കും സ്വർഗ്ഗത്തിൽ കിടക്കാൻ കുറച്ച് പണിയുണ്ട്. നിസ്കരിച്ചെങ്കിൽ മാത്രം മതിയാവല്ല, നോമ്പ് മാത്രം നോറ്റാ പോരാ. എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും മട്ടം പോലെ ചെയ്യണോ. മക്കളുണ്ടെങ്കിൽ നല്ല ചന്തത്തില് പോറ്റണോ. പെണ്ണുമക്കളുണ്ടെങ്കിൽ മര്യാദക്ക് നല്ലവനെ പിടിച്ചിട്ട് കെട്ടിച്ചു കൊടുക്കണോ. ഇതെല്ലാം എന്റെ കടമയാണ്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണോ. ഉമ്മ പപ്പാനെ ചന്തത്തിൽ മരിക്കൊടുത്തോളം നോക്കണോ. ഇതെല്ലാം ഒരാണിന് കടമയാണെങ്കിൽ, നിർബന്ധമാണെങ്കിൽ, ഒരു പെണ്ണിന് സ്വർഗ്ഗത്തിൽ കടക്കാൻ വളരെ സിമ്പിളാണ്. 3-4 കാര്യം ചെയ്താൽ മതി. ഇതാ സ്വല്ലത്ത് ഖംസഹ. ഉമ്മ കേട്ടോ, പെങ്ങള് കേട്ടോ, 5 നേരം നിസ്കരിച്ചോ. വസ്വാമത്ത് ശഹറഹ. പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് നോറ്റോ. വഅതാഅത് ബഅലഹു. ഭർത്താവിനെ നല്ല പോലെ സ്നേഹത്തോടെ വിരിശത്തോടെ അനുസരിക്കുകയും വഴിപെടുകയും ചെയ്താൽ അവൾക്കതാ സ്വർഗ്ഗമുറപ്പാണ്. മിന്നയ്യ അബ്വാബി ശിഅ്തി. അവള് വിചാരിക്കുന്ന വാതിലിലൂടെ നിനക്ക് സ്വർഗ്ഗത്തിലെ കടക്കാം. ഈ 3-4 കാര്യങ്ങൾ ചെയ്താ മതി. ഭർത്താവിനെ നല്ല പോലെ അനുസരിക്കണോ. ഒരു വേള നീ നിസ്കരിച്ചോ, നോമ്പ് നോറ്റോ, സ്വതക്ക കൊടുത്തോ, വഅദ് കേട്ടോ, എല്ലാം ചെയ്തിട്ടും നീ നിന്റെ ഭർത്താവിനെ വേദനിപ്പിക്കുന്നവളാണെങ്കിൽ, നൊമ്പരപ്പെടുത്തിയവളാണെങ്കിൽ, ഭർത്താവിനെ നീ വിഷമിപ്പിക്കുന്നവളാണെങ്കിൽ, പൊന്നുമോള്, പൊന്നുമ്മ, നിങ്ങൾ ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മയായിട്ട് കാര്യമില്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല, മാല മോല് തോതിയിട്ട് കാര്യമില്ല, ഓൺലൈനിൽ പിന്നെ മജ്ലിസിന്റെ ഇതിൽ നിന്നിട്ട് ദിക്ർ ചൊല്ലിയിട്ട് പാടിയിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ പൊരുത്തം, അവന്റെ തൃപ്തി ഇമ്പോർട്ടന്റ് ആണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ പിന്നെ പോയി മതിയാവും. പോയിട്ടായ മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജിന്റെ രാത്രി അങ്ങതാ അല്ലാഹനെ കണ്ടോ, സ്വർഗ്ഗം കണ്ടോ, നരകം കണ്ടോ. റജബ് മാസമാണ്, മിഅ്റാജിന്റെ മാസമാണ്. സറൈത മിൻ ഹറമിൻ ലൈലൻ നീലാ ഹറമി കമാ സറൽ ബദ്റു ഫീ താജിൻ മിനൽ ളുലമി. ജല്ല മൗലായ പരിശുദ്ധമായ മിഅ്റാജിന്റെ രാത്രി അല്ലാഹനെ കണ്ടോ, സ്വർഗ്ഗം കണ്ടോ, നരകം കണ്ടോ. ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, ഞാൻ അങ്ങ് നരകം കണ്ട നേരത്ത് സുബ്ഹാനല്ലാഹ് അത്ലഅതു വന്നാറ ഫറഅയ്തു അക്തറ അഹ്ലിഹാ അന്നിസാ. ഞാൻ നരകത്തിലെ ഏറെയും കണ്ടത് പെണ്ണുങ്ങളെയാണ്. ഭീകരമായ ശിക്ഷ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തില്, ഘോരമായ അദാബ് ഏൽക്കുന്നവരുടെ കൂട്ടത്തില് നരകത്തിലെ ഞാൻ ഏറെയും കണ്ടത് ആണുങ്ങളെയല്ല, പെണ്ണുങ്ങളെയാണ്.
എന്തുകൊണ്ട് പെണ്ണുങ്ങൾ കൂടിപ്പോയി നരകത്തില്? പെണ്ണുങ്ങളെ സംഖ്യ, പെണ്ണുങ്ങളെ ജനസംഖ്യ കത്തിയാളുന്ന നരകത്തിൽ കൂടിപ്പോകാനുള്ള കാരണം എന്താ? കാരണം എന്ത്? നരകത്തിൽ എന്ത് സ്ത്രീ സംവരണം ഏർപ്പെടുത്തിന? അല്ല, പിന്നെന്തേ പെണ്ണുങ്ങൾ നരകത്തിൽ ഏറിയത്? ഉമ്മ കേട്ടോ, പെങ്ങള് കേട്ടോ, നരകത്തിൽ കൂടിപ്പോകാനുള്ള കാരണം അവർ അതാ ശാപത്തെ അധികരിപ്പിക്കുന്നു. പെണ്ണുങ്ങളെ വായിൽ എപ്പോ നോക്കിയെങ്കിലും ഒരു ശാപുണ്ടാവും, ഒരു സല്ലാണത്ത്, ഒരു ലാനത്തുണ്ടാവും. ആണുങ്ങൾക്കും ഉണ്ട്, ഇല്ല എന്നല്ല. പെണ്ണുങ്ങ ആ വിഷയത്തിൽ കുറച്ച് ഏറെ. ആണുങ്ങളും ശാപം വെക്കുന്നു ഇല്ലേ? പിന്നെ പെണ്ണുങ്ങളും ശാപം, പെണ്ണുങ്ങളിൽ കുറച്ച് ഏറെ. പെണ്ണുങ്ങളെല്ലാത്തിനും ശാപം വെക്കും. കറണ്ട് പോയെങ്കിലും ശാപം, കറണ്ട് വന്നെങ്കിലും ശാപം, അമ്മിക്കല്ലിലിട്ടിട്ട് മുളവ് അത് അരിഞ്ഞെങ്കിലും ശാപം, അരിഞ്ഞില്ലെങ്കിലും ശാപം, എന്തിനും ശാപം. എല്ലാവരും അല്ല, അധിക പെണ്ണുങ്ങൾക്കും ബായിൽ ശാപം ഉണ്ടാവും. അടിഞ്ഞിട്ട് പോട്ട്, മണ്ണായിട്ട് പോട്ട്, അങ്ങനെ പോട്ട്, ഹലാക്കാട്ട്, തിരിയട്ടും മറിയട്ടും ഇല്ലേ അല്ലേ? പെണ്ണുങ്ങൾ കുറച്ച് ഏറെ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളെ നിസ്കാരം സൈഡായി, നിങ്ങളെ ദിക്ർ പോയി, നിങ്ങളെ അമല പോയി, നിങ്ങളെ ഹജ്ജ് പോയി, എല്ലാം പോയി. നിങ്ങൾ നരകത്തിൽ കൂടാനുള്ള ഒന്നാമത്തെ കാരണം നിങ്ങളെ വായിൽ എപ്പോഴും ശാപവാക്ക് വരുന്നത് കൊണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മാപ്പിളമാരോട് നന്ദികേട് കാണിക്കുന്നു, അവരെ അനാദരിക്കുന്നു, അവരെ മനസ്സ് ബേജാറാക്കുന്നു. ഭർത്താക്കന്മാരോട് നിങ്ങളെ പെരുമാറ്റം നല്ലല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ കൂടിപ്പോയത്. നിങ്ങളെ നിസ്കാരവും നിങ്ങളെ ഓത്തും ബൈത്തും എല്ലാം ബാത്തിലാക്കി പോയത് നിങ്ങൾ മാപ്പിളമാരോട് പിരിശപ്പാടില് സ്നേഹപ്പാടില് കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവരോട് നല്ല പിരിശപ്പാടില് പോണോ, മാപ്പിളമാർക്കും പോണോ, അത് വേറൊരു വിഷയം. എന്നാ പെണ്ണിന് കുറച്ച് ആ കാര്യത്തിൽ ഏറെ ശ്രദ്ധ വേണോ. ഹബീബുനാ റസൂലുള്ളാഹി ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് കേട്ട്, നബിയെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ട് നബിയെ? കത്തിക്കരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ട് നബിയെ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തഖിന്നാറ വലൗ ബിശിഖ്ഖി തംറ. സദഖ കൊടുത്തോളൂ, സദഖ കൊടുത്തോളൂ, ദാനം കൊടുത്തോളൂ, ധർമ്മം കൊടുത്തോളൂ, അന്യവരെ സഹായിച്ചോളൂ, ഇതുപോലെയുള്ള കർമ്മങ്ങളെ സഹായിച്ചോളൂ. ശംസുൽ തങ്ങളെ മൗലിദിന് വേണ്ടി കൊടുത്തോളൂ, കണ്ണ് കാണാത്തോന് കൊടുത്തോളൂ, പെണ്ണുകിടാവിന്റെ മംഗലത്തിന് സഹായിച്ചോളൂ, പള്ളിക്ക് കൊടുത്തോളൂ, രോഗികൾക്ക് കൊടുത്തോളൂ. അങ്ങനെ കൊടുക്കുന്ന ദാനധർമ്മം കൊണ്ട് അല്ലാഹു നിങ്ങളെ നരകത്തിൽ നിന്നിട്ട് കാക്കും.